1122901701 മിസ്ഡ് കോൾ ചെയ്യൂ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ചേട്ടാ ഫോൺ ഫോണാ? ഓ, റിപ്പോർട്ടറാ. പറഞ്ഞോ മുകുലൻ. നമസ്കാരം സർ. അവര് ഗസ്റ്റ് ഹൗസ്, തേയിലത്തോട്ടം, അങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്തു സർ. ഓക്കെ. നാളെ ഉടൻ മാത്രം ഷൂട്ട് ചെയ്തിട്ട് വന്നേക്കാം സർ. ഓക്കെ മുകുലൻ. മുകുലൻ, ഒരു മിനിറ്റ്. ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ലോറി വർക്ക്ഷോപ്പ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലേ? വണ്ടികളൊന്നും ഷൂട്ട് ചെയ്യണ്ട. വർക്കേഴ്സ് എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഷൂട്ട് ചെയ്തേക്ക്. ലോറി വർക്ക്ഷോപ്പിലുള്ള എല്ലാവരെയും ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തു സർ. ഓക്കെ മുകുലൻ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്ദ്ര പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. പറഞ്ഞോ അമ്മായി. ഇപ്രാവശ്യം നമുക്ക് 5 MP സീറ്റാണ്. ഓ ആയിക്കോട്ടെ. എത്ര വിൽക്കാൻ പറ്റുമോ വിറ്റോ. ശരി അമ്മായി. കഴിഞ്ഞ തവണ ചെയ്ത അതേപോലെ ചെയ്താ പോരെ? ഞാൻ ഏറ്റു. ശരി അമ്മായി. നമസ്കാരം ഏട്ടാ. എന്താണോ MP സീറ്റ് വേണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡൽഹിക്ക് പോവാൻ റെഡിയായി വന്നിരിക്കുകയാണല്ലോ. PA ഉണ്ടോ? എല്ലാം ചേട്ടൻ കാരണല്ലേ ഏട്ടാ. മതി മതി. ഗുഡൌണില് പണം ഇറക്കിയല്ലോ അല്ലേ? ഓ, എപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പില് നീ MP യാ, മനസ്സിലായോ? ചേട്ടാ വളരെ സന്തോഷം. ചേട്ടൻ അവസാനം സീറ്റ് തന്നടാ. വാടാ. ചേട്ടാ ഫോൺ കേട്ടോ. എന്താടാ? ചേട്ടാ നമ്മുടെ ഗോഡൌണിലേക്ക് ഇൻകം ടാക്സിന്റെ റൈഡ് വരുന്നുണ്ടത്രേ. എന്ത്? അതേട്ടാ, നമ്മുടെ ഗോഡൌണിലോട്ടോ? ചേട്ടാ, യവന്മാർക്ക് എന്താ നമ്മൾ കൊടുക്കുന്നൊന്നും തികഞ്ഞില്ലേ? ഇതെന്താ അതിശയമായിട്ടുള്ള എന്തോ ഇൻകം ടാക്സ് റൈഡൊക്കെയാന്ന് നമ്മുടെ ഗുഡൌണിലോട്ട്? നമ്മുടെ ഗുഡൌണിലോ ഇൻകം ടാക്സ് റൈഡോ? ഒന്നും പോടോ. I am coming from income tax office. എന്ത് വേണം? ഇവിടെ കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിവരം കിട്ടിയിട്ടുണ്ട്. സെർച്ച് ചെയ്യണം. കള്ളപ്പണോ? അതെ. എന്റെ ഓഫീസറെ, നിങ്ങൾക്ക് എത്രയൊക്കെ കിട്ടിയാലും പോരാ അല്ലേ? ഇതാ കണ്ടോ? എടുത്തോ. ഇത്രയ്ക്ക് കാശുണ്ടായിരുന്നോ? ഇത് സർക്കാരിനുള്ളതല്ല, എല്ലാം നിങ്ങൾക്കുള്ളതാ. ഇത്രയും പണം എന്താ പേടിച്ചു പോയോ? പഴം കണ്ട ആർത്തി മൂത്ത് വരുന്നല്ലേ? ഇതിപ്പോ പഞ്ചാമൃതം ഉണ്ട്, വന്നെടുത്തോ. വാ. ആർക്ക് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാ എടുത്തോ. മുഴുവനും നിങ്ങൾക്കുള്ളതാ. ഒരു വട്ടം കിട്ടുള്ളൂ സാറേ, വന്നെടുത്തോ. വേണമെങ്കിൽ വാ. നീ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ. എന്താ ചെയ്യാൻ പോകുന്ന കാണണോ? എന്താ സാറേ ഇത്? മുകളിലുള്ളവരെ വിളിക്കുമായിരിക്കും. ഇവിടുന്ന് എത്ര കൊണ്ടുപോയാലും ശരി, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിറഞ്ഞു കവിയും. നിന്ന് ഷോ കാണിക്കാതെ ആവശ്യമുള്ളത് എടുത്തോണ്ട് പോ സാറേ. ഞാൻ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസറാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് എങ്ങനെ സംസാരിക്കുന്ന അറിയോ? എന്ത് ചെയ്യാം?
എൻ്റെ ഭാര്യ പണപ്രാന്തുള്ളവളാണ്. ഞാൻ റിട്ടയർഡ് ആവാൻ പോവാ. കുറച്ച് എടുത്താലോ? പോയി എടുത്തോ സാറേ. നിക്കേ, തിരക്ക് പിടിക്കല്ലേ. കൂടിയാ മതിയായിരുന്നു. നല്ലവനായ ഓഫീസറാണെന്ന് അറിഞ്ഞു. അവരെന്നെ കുടിക്കാലോ. വളരെ സൂക്ഷിക്കണം. സാറേ എന്താ ചുറ്റിന് നോക്കുന്നേ? ക്യാമറയിൽ ഫോട്ടോ എടുത്ത് സാറിനെ കൊടുക്കാൻ പോവാണെന്നാണോ തോന്നിയേ? ഇതുപോലുള്ള ഇടപാട് നടത്തുന്നവരെ CCTV ക്യാമറ വെക്കില്ല. കാരണം അത് അവർക്ക് വലിയ തലവേദനയായി തീരും. ശരി, ഡീൽ ഉറപ്പിക്കാം. എത്ര തരും? ആരാടാ നീ? എടാ, പിടിയെടുക്കണേ. എവിടെയാണ് നീയൊക്കെ? ചേട്ടാ അവൻ റെയിൽവേ ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. റെയിൽവേ ട്രാക്കിലോ? ഞങ്ങൾ അവനെ പിടിക്കാൻ നോക്കുക. ഏയ് ഒന്ന് പെട്ടെന്ന് പോടാ, പിടിക്കാവനെ. നിക്കടാ. അങ്ങോട്ട് ഓടി. നിക്കടാ. എവിടേക്കടാ അവൻ പോയത്? വാടാ, നീ അങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ. അവൻ എന്തിയെ? ചേട്ടാ അവൻ ഇവൻ ഇവിടെ എവിടെയുണ്ട് ചേട്ടാ. 10 മിനിറ്റുള്ളിൽ നിങ്ങളുടെ കാലടിയിൽ ഞാൻ കൊണ്ടിടും. മിണ്ടിയത് മതി, വിളിച്ചോണ്ട് വേണം അവനെ. അയ്യോ എന്നെ വേൽമുരുക. ചേട്ടാ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പിടിക്കടാ, നല്ലോണം തരേടാ. ഇന്ന് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന അറിയില്ല. അയ്യോ, സൈൻ വാങ്ങിക്കാൻ മറന്നല്ലോ. മോനെ, എടാ മോനെ. ഈ സമയത്ത് അവനാടാ. പോയി നോക്കി. നോൺസെൻസ്. അയ്യോ, വീട് മാറിപ്പോയെന്ന് തോന്നുന്നു. അമ്മാവനോ? എവിടെയോ കേട്ടോ. മോനെ നീയോ? നമ്മുടെ വീടല്ലേ ഇത്? അതേന്നെ. വീടൊക്കെ ശരി തന്നെ. ആരാ ഇവള്? എന്തോന്നാ, നന്നായിട്ട് നോക്ക്. അമ്മാവനോ? ഏത് മുറയാ നിനക്ക് അമ്മാവൻ? നല്ലോണം നോക്കമ്മാവാ. നന്നായിട്ട് നോക്കാൻ പറഞ്ഞാൽ നന്നായിട്ട് അങ്ങ് നോക്കൂ. തന്റെ മോളുടെ പ്രായം ഉണ്ടോ? അതെ, മുത്തഴകി. മോളെ, നീ ജനിച്ചപ്പോ നിനക്ക് ഡ്രസ് വാങ്ങിച്ചാൻ ഓർമ്മയുണ്ടോ? അത് തന്നെയാണ് ഇപ്പോഴും ഇട്ടോണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പുതിയ ട്രെൻഡാണല്ലേ? എല്ലാവരും ഭാര്യ സുന്ദരി ആയിരുന്നാലും കൂട്ടിലടച്ച് വെക്കും. ഞാൻ എന്റെ ഭാര്യ നന്നായിട്ട് പറത്തി വിടുവല്ലേ. ഇതിലെന്താ ഇപ്പൊ തെറ്റ്? ഇത് നല്ലത് തന്നെയാ. മോനെ, ഇതിലൊരു കയ്യൊപ്പിട്ടതാടാ. ഇതൊക്കെ പിന്നെ ഇട്ടേക്കാം. ഇപ്പൊ വേറെ ജോലിയുണ്ട്. മോനെ മോനെ, എന്നെ എന്തിനാണോ ഇങ്ങനെ ഓടിക്കുന്നേ? അവൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. മുഴുവൻ നമ്മുടെ ആൾക്കാർ മാത്രമാണല്ലോ. അവൻ എവിടെയാണോ പോയത്? എവിടെയൊക്കെ നോക്കിയിട്ടും കിട്ടിയില്ല ചേട്ടാ. അവൻ എസ്കേപ്പ് ആയെന്നാ തോന്നുന്നു ചേട്ടാ. ചേട്ടാ പോയി പിടിക്കടാ. എവിടെയാ പോയിരിക്കുന്നത്? അയ്യോ അയ്യോ അയ്യോ. എടാ വേൽമുരുക, എന്ത് പറ്റി? പറയടാ. എടാ മൊട്ട, എന്തിനാ അവൻ? ചേട്ടാ അവൻ രക്ഷപ്പെട്ടു ചേട്ടാ. എല്ലാം പോയി. നീ എവിടെ ചേരക്കാൻ പോയതാ? അവൻ എന്തിനാ ഇവിടെ ക്യാമറ കൊണ്ടുവന്നത്? ഏതാണോ അവൻ? ശരി, ഞാൻ പോയിട്ട് വരാം. നോക്കി സൂക്ഷിച്ചിരുന്നോളൂ. മുകിലൻ, മുകിലൻ, ഇതെന്ത് പറ്റി? ഒന്നുമില്ല, ഒരു ചെറിയ ഫ്രാക്ചർ. എം ഡി ആകത്തുണ്ടോ? ഉണ്ട്, പോയി കണ്ടോ. താങ്ക് യു സാർ. നമസ്കാരം സാർ. ഹായ് മുകുലൻ, ഗുഡ് ജോബ്. എന്തു പറ്റി മുകുലൻ? ചേട്ടാ
ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ അവർ കണ്ടു സർ. അപ്പോൾ ഒരു ക്യാമറ ഇടും തട്ടി പറിച്ചു. ആ സമയത്ത് ഒരു ചെറിയ സ്ട്രഗിൾ എൻ്റെ കൈ ഫ്രാക്ചറായി സർ. എന്താ മുകുലൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതൊക്കെ? എനിക്കത് ന്യൂസാണ് പ്രധാനം, നിങ്ങളാണ് പ്രധാനം. വന്നിരിക്കും താങ്ക്സ് സർ. മുകുലൻ, നിങ്ങൾ ഓർത്ത് അഭിമാനമുണ്ട്. ഈ ചാനലിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുത്തേക്കുന്നത്. സൂപ്പർ മുകുലൻ, ഗുഡ് ജോബ്. ഈ ന്യൂസ് ടെലികാസ്റ്റ് ആവുന്ന അന്ന് നമ്മുടെ ചാനലിന്റെ TRP റേറ്റിംഗ് അങ്ങ് മാരം മുട്ടും. അത് മാത്രമല്ല സർ, ഇതുപോലത്തെ സാമൂഹ്യ ദ്രോഹികളെ വെറുതെ വിടരുത് സർ. ഉറപ്പായിട്ടും. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇവര് അടിയും പിടിയും തുടങ്ങിയവര് 3 കൊല്ലം കൊണ്ട് മന്ത്രിയോടൊപ്പം അടുത്ത് മന്ത്രിക്ക് സപ്പോർട്ടായി മന്ത്രിയുടെ ബിനാമിയായി ഇന്ന് 300 ഏക്കർ തേയിലത്തോട്ടം, 5 ഷോപ്പിംഗ് മാള്, കെട്ടുകെട്ടായി ഒളിച്ചു വച്ചിരിക്കുന്ന പുതിയ പണവും ഇത്രയും ഇവർക്ക് എങ്ങനെ കിട്ടി സർ? നമ്മുടെ നല്ല സമയവും അവരുടെ മോശപ്പെട്ട സമയവും. ഇൻകം ടാക്സ് റൈഡ് അങ്ങനെ ലൈവായിട്ട് കിട്ടിയിട്ടുണ്ട് സർ. അച്ചടിച്ച 2000 രൂപയുടെ നോട്ട് ജനങ്ങൾക്ക് പോയോ ഇല്ലയോ, ആ മുഴുവൻ നോട്ടും കുടുംബങ്ങളാണ് സാർ ഉള്ളത്. ഇവര് വെറുതെ വിടാൻ പാടില്ല സാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മന്ത്രിയുടെ സാമ്പത്തിക വരുമാനം 1.5 കോടിയാണെന്നല്ലേ കണക്ക് കാണിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബിനാമിക്ക് ഇത്ര കോടി ഉണ്ടെന്നല്ലോ തോന്നുന്നത്. നമ്മൾ ഈ കാര്യം അത്ര എളുപ്പത്തിൽ കാണരുത് സർ. ഈ വാർത്ത ഒരേ സമയത്ത് ജനങ്ങളെയും പോലീസിനെയും എത്തിപ്പിക്കണം സർ. ഉറപ്പായിട്ടും മുകുലൻ. എങ്ങനെ ഒരു കള്ളസ്വാമി കുടുങ്ങിയാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ കള്ളസ്വാമികളും കുടുങ്ങുന്നുവോ, അതേപോലെ കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബിസിനസ്മാൻ, രാഷ്ട്രീയക്കാര്, അങ്ങനെ എല്ലാവരുടെ കുറ്റങ്ങളും തെളിയിക്കണം സർ. ഇതുപോലെയെല്ലാം കൊണ്ടുവരാൻ ഈ വാർത്ത നമുക്ക് തീർച്ചയായും സഹായമായിരിക്കും സർ. ഉറപ്പായിട്ടും മുകുലൻ. കമ്മിങ് സൺഡേ ഈ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തേക്കാം. അതിനു മുന്നേ നിങ്ങൾ എഡിറ്റിംഗ് എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ സർ. ഈ ന്യൂസ് ടെലികാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചാനലിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായും സർ. വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ് മുകുലൻ. ഓക്കെ, ടേക്ക് കെയർ. ബൈ. ഹായ് ബ്രോ, നമുക്ക് പോയാലോ? നമ്മുടെ ആളാണെന്ന് തോന്നുന്നില്ലേ? നമ്മുടെ ആള് തന്നെ ചിരിക്കുന്നുണ്ടല്ലോ. ഇതെന്ത് പറ്റി? വർക്കൗട്ടായെന്നാ തോന്നുന്നേ. ഓ, ഇവനെയാണോ നോക്കിക്കൊണ്ടിരുന്നേ? പക്ഷെ ഇവനിവിടെ നോക്കത്തില്ലല്ലോ. ഇപ്പൊ അവന് നോക്കുന്നുണ്ടല്ലോ. എന്നടാ പുതിയ ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനും പോയല്ലോ. നമ്മളാണല്ലോ തേടി പോവാറ്, ഇപ്പൊ നമ്മളെ തേടി വന്നിരിക്കുന്നു. എന്നെ നിനക്ക് ഇഷ്ടമാണോ? നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അറിയാമല്ലോ. ഐ ലവ് യു. I love you. എന്റെ സ്ഥലത്ത് നീ ചെലവച്ച് എന്നെ ടെൻഷൻ ആക്കിയല്ലേ, ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് നോക്കോടാ. നോക്കടാ വാടാ. അവൻ വെക്കുന്ന സ്ഥലത്ത് ഞാൻ ഗണപതിയുടെ ശല വെച്ചില്ലേ, ആ ദേഷ്യത്തിലാ അവനിപ്പോ. വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനൊരു പണി കൊടുക്കും. അവൾക്ക് അവൻ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കുക. എന്താണെന്നറിയാവോ, നമ്മളോടുള്ള പ്രതികാരം. അതുകൊണ്ടാ വെച്ചിട്ടുണ്ട്. ഞാൻ അവന് കൊടുക്കാൻ പോകുന്ന പണിയിലുണ്ടല്ലോ, അവൻ ഈ സ്ഥലം വിട്ട് ഓടി പാടില്ല ബ്രോ. സിൽക്ക് ഷർട്ട്, അവനൊരു സ്വർക്കമണ്ടേ. സാർ, എന്താണിത്? ജ്യൂസ്. ആർക്കാ? എന്റെ മോന് തന്നെ. നിനക്ക് വേണോ? ഒന്ന് പോ സാറേ, എനിക്കൊന്നും വേണ്ട. ആവശ്യമുള്ളപ്പോ ചോദിക്കേ, നിനക്കും തരാം. ഈ പ്രായത്തിൽ അയാളുടെ കളി കണ്ടില്ല. അയാൾ എപ്പോഴും അങ്ങനെയാ മോനെ. മോനെ ജ്യൂസ്. എടാ ഹരീഷേ, ഗുണേ, നിങ്ങളെ MD വിളിക്കുന്നു, ചെല്ലേ. അയാള് പണി കണ്ടില്ലേ? ഞാൻ പണി കൊടുത്തത് കണ്ടില്ലേ നീ? എന്താ ഹരീഷ്? പറയൂ സർ. കഴിഞ്ഞ ആഴ്ചത്തെ നിന്റെ പ്രോഗ്രാം എന്താ പാതി വഴിക്ക് നിർത്തിക്കളഞ്ഞത്? വന്നവര് മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു സർ. ഓഹോ, വഴക്കോട് കൂടിയാണ് വന്നത്. ഇനിയെങ്ങാനും അവരുടെ ഈ പ്രശ്നം മുഴുവൻ ടിവിയിലൂടെ പുറത്തറിഞ്ഞ് നാണക്കേടായാലോന്ന് കരുതി അവർ പ്രശ്നമൊക്കെ സംസാരിച്ച് തീർത്തു സർ. അയ്യോ ചേട്ടാ, അയ്യോ എന്താ ഇത്? എന്നോട് ക്ഷമിക്ക് ചേട്ടാ. നിങ്ങളെ കുറിച്ച് പറഞ്ഞ നുണകളെല്ലാം വിശ്വസിച്ച് എന്റെ അമ്മ എന്നെ ഈ പ്രോഗ്രാമിന് കൂട്ടിയിട്ട് വന്നതാണ്. നിങ്ങളെ എന്നെ പിരിക്കാൻ വേണ്ടിയിട്ട് ഈ TV ചാനലിലുള്ളവര് ഈ കാരണം മതിയാവില്ല. നാട്ടിൽ നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ടെന്ന് പറയാൻ പറഞ്ഞു.
എന്നോട് നോണ പറയാൻ പറഞ്ഞെന്നെ നിർബന്ധിക്കാ. അയ്യോ നമ്മൾ പറഞ്ഞു കൊടുത്തതല്ല, അങ്ങനെ തന്നെ പറയുന്നല്ലോ. ഞാനും അവര് പറയുന്നത് കേട്ട് നോണ പറഞ്ഞു. അയ്യോ നമ്മൾ പിരിച്ചു വിട്ടത് എല്ലാം ഒന്ന് ചേർന്നല്ലേ ഈശ്വര, എന്താ ചെയ്യാ? എല്ലാരുടെ വാക്കും കേട്ട് ബുദ്ധിക്ക് എന്താ സംഭവിച്ച എന്റെ ഭാര്യ എന്നെ കുറിച്ച് തെറ്റായി പറഞ്ഞിരിക്കുകയാണ് സാർ. അവളത് മനസ്സിലാക്കി. ദയവേത് അതൊന്നും TV ചാനലിൽ ഇട്ടേക്കരുത് സാർ. ചേട്ടാ, ഇവിടെ TRPക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ളത് സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നവരെ ഒന്നിപ്പിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഡോ വാടക്കടോ, വന്നവരെ സംസാരിപ്പിക്കാത്ത തിരിച്ചയച്ചേക്കുന്നു. ഈ പ്രോഗ്രാമിന് മാത്രമല്ല, ഈ ചാനലിന് തന്നെ ആദരാഞ്ജലി പോസ്റ്റർ അടിച്ച് പോയിക്കൂടായിരുന്നു അങ്ങോട്ട്. എന്തുകൊണ്ടാ ഹിറ്റായത് പറയടോ? അവിഹിത പ്രണയം. ഇവന്റെ ഭാര്യ അവൻ വച്ചുകൊണ്ടിരിക്കുന്നു, അവന്റെ ഭാര്യ അവൻ വച്ചുകൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റ് ആയിട്ടല്ല പോയത്. ഇതേ നോക്കടോ, അവരായിട്ട് കോംപ്രമൈസ് ചെയ്താലും നമ്മൾ വിടരുത്. ഇളക്കി വിട്ടുകൊണ്ടേ ഇരിക്കണം. അവരുടെ ഉള്ളിലുള്ള സീക്രട്ട് പുറത്തു കൊണ്ടുവരണം. അതൊന്നും ചെയ്യാതെ ചുമ്മാ കിടന്ന് കൊണച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ നോക്ക്, TRP റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ നോക്ക്. മനസ്സിലായോ? പോടോ, ഇവനൊക്കെ നന്മമരം കളിക്കാൻ നിൽക്കുന്നു. സാറേ, ഞാൻ വിനോദ സംസാരിക്കുന്നത്. പറഞ്ഞവനോതെ. സാറേ, ഞാൻ കൊണ്ടുപോയി കുഞ്ഞിനെ വീട്ടിൽ ഇറക്കി വിട്ടായിരുന്നു സാറേ. ശരി, പറഞ്ഞോ. സാറേ, അത് പിന്നെ സാറിൻ്റെ അടുത്തൊരു കാര്യം സംസാരിക്കണമായിരുന്നു. എന്താ കാര്യം? ഒരു അനിയൻ ചെക്കനുണ്ടായിരുന്നു. അവനിവിടെ ഏരിയ തന്നെ ഒരുപാട് ഇങ്ങനെ വഴക്കുണ്ടാക്കി നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമില്ലാതെ നീ എന്റെ ആളിന്റെ പുറകെ ചുറ്റരുത്. ഇപ്പൊ അവള് ഈ എന്റേതാടാ. എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അടിച്ചില്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരടാ. 7 ദിവസത്തെ സാറ് വല്ലോ വർക്ക് ഉണ്ടെങ്കിൽ അവന് ഓഫീസിൽ ഇട്ട് കൊടുത്താൽ കുറച്ച് ഹെൽപ്പ് ആയിരിക്കും. നമ്മുടെ ഓഫീസിലോ? അതെ, നമ്മുടെ ഓഫീസിലാണ്. ശരി, അവനോട് വരാൻ പറഞ്ഞേക്ക്. ജനങ്ങളോട് സ്നേഹമില്ലാത്ത നമ്മുടെ ഏരിയയിൽ എനിക്ക് എന്ത് വിലയാ? എല്ലാരും നോക്കി നിൽക്കുമ്പോ എന്നെ ചാടിച്ചാടിയാടാ അവൻ കയറി അടിച്ചേ. അതെ ബ്രോ, അവന് നമുക്ക് തിരിച്ചടിക്കണ്ടേടാ. തിരിച്ചടിക്കണം ബ്രോ. വെറുതെ ജോലിക്ക് പോടാന്ന് പറഞ്ഞോണ്ടിരുന്ന ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞതല്ലേ. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യാനൊന്നുമല്ല പോകുന്നത്, റിസൈൻ ചെയ്യാനാ പോകും. വന്നിട്ട് കാണിച്ചുതരാം ഞാൻ ആരാണെന്ന് അവനെ അറിയില്ല. വെറുതെ റോട്ടിൽ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കാതെ പോടാ. എന്റെ അടുത്ത് മാക്കറ്റ് കയറണോ? ഏയ് സുമി, മറ്റേ ചാനലിലുള്ള പ്രോഗ്രാം ഒന്നും ശരിയല്ല. ബ്രോ ഈ ഓണറുടെ റൂം എവിടെയാ? ഓണർ റൂമോ? അതാ മോനെ ഈ TV കമ്പനിയുടെ ഓണർ. ഓ, MD റൂമോ? ഓണർ എന്ന് വെച്ചാ MD എന്നാണ്. അതുപോലും അറിയില്ലേ? MD തന്നെയാ. അങ്ങനെയാണോ? ഓണർ എന്ന് വെച്ചാൽ MD എന്നാണോ? ഇത് നമ്മുടെ ടീച്ചർ പഠിപ്പിച്ചെന്നില്ലല്ലോ. നമ്മുടെ ഏരിയയിൽ പോയ ഉടനെ ഇതിനെ കുറിച്ച് മദർ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചേ തീരൂ. നിക്ക്, ആരാ നീ? ആരാ നിന്നെ അകത്ത് വിട്ടത്? എവിടെ പോണു? ആരെ കാണാൻ പോന്നു? MD കാണാനാ പോകുന്നത്. MD എന്റെ അടുത്ത് പറയാതെ നിന്റെ അടുത്ത് മാത്രം പറയോ? ശരി, നീ കൊറിയർ ഇടുന്ന പയ്യനല്ലേ? അല്ലല്ലോ. വാട്ടർ ക്യാൻ ഇടുന്നോ? നീ എന്താ ഇടുന്നേ? എന്നെ കണ്ട മനുഷ്യനായിട്ട് തോന്നുന്നില്ലേ? എന്താ കളിയാക്കുവാണാ? നീ കടൽ കണ്ടിട്ടുണ്ടോ? കാശിമേട് കണ്ടിട്ടുണ്ടോ? ഓർത്തു കളയുന്നെ. നമ്മളെയാണ് കളിയാക്കുന്നത്. പോയ നിന്നെ ഞാൻ വിട്ട് കളയാ മോനെ. സാർ നമസ്കാരം സാറേ. ആ വാടോ, നീ വിനോദിന്റെ അനിയൻ? അതെ സാറേ. എന്താ ചെയ്യുന്നത് സാറേ? ഞാൻ വലിയ ഫുട്ബോൾ പ്ലെയറാ. ഐ എം വെരി ബിസി ഷെഡ്യൂൾ സാറേ. മോർണിംഗ് ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യും, ഈവനിങ് ഞാൻ പോയി എന്റെ ആളെ കാണും. ഞാൻ ചിരിച്ചോണ്ടിരിക്കും, പക്ഷെ അവൾ എന്നെ തുറച്ചു നോക്കും. എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കേട്ട് ഞാൻ സെറ്റിൽ ആവണം. ഇതാണ് സാറേ എന്റെ ആഗ്രഹം. നല്ല അംബീഷൻ തന്നെ സാറേ. ഈ ജോലിയൊന്നും എനിക്ക് സെറ്റ് ആവത്തില്ല. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേക്ക്. ഞാനും അത് തന്നെയാ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സാറേ. പോടേ. സക്സസ് എടുത്തു ഫുട്ബോൾ പ്ലെയറാ ഞാൻ. എന്റെ അടുത്ത് പോയി ക്യാമറ തുടക്കാൻ പറയുവാണോ? നിക്കേ, ഇപ്പൊ അങ്ങോട്ടാ പോണേ? നിനക്ക് ലെഫ്റ്റ് എൻട്രി, ഇങ്ങോട്ട് പോ. ക്യാമറ റൂം ഇതിനകത്തല്ലേ? ക്യാമറ റൂം ഇവിടെ തന്നെയാ. നീ പോവേണ്ടത് പുറത്ത്, അങ്ങോട്ട് പോ. ഏയ്, നിന്റെ MD എന്നെ ജോലിക്ക് ചേർത്തറ. ഞാൻ എല്ലാം കേട്ടു. നിന്നോട് അവർ പുറത്തല്ലേ പോവാൻ പറഞ്ഞേ? അകത്ത് ക്യാമറമാൻ മഹേഷ് ഉണ്ടാവും. ആ ക്യാമറ എല്ലാം തുടച്ചു വെച്ചേക്ക്. ഞാനാ? ഡേയ് പോടേ. എന്താന്നറിയത്തില്ലല്ലോ, വഴക്ക് പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. ഒളിച്ചിരുന്ന് കേൾക്കുവാണെങ്കിലേ 2 കാതും കേൾക്കാം. ഞാൻ ആരാണെന്ന് അറിയാതെ കൺഫ്യൂഷൻ ആയല്ലോ. എടാ മോനെ, എന്താ നിനക്ക് ഒരു ചാനൽ വർക്കിന് പറ്റിയ പയ്യനെ സെലക്ട് ചെയ്യാൻ അറിയില്ലേ നിനക്ക്? അവനെ കണ്ടാലേ ട്രെയിനിലും ബസ്സിലും പോക്കറ്റ് അടിക്കണ പയ്യന്റെ മാതിരിയുണ്ട്. കാതിൽ കമ്മലിട്ടിട്ടുണ്ട്, കഴുത്തിൽ ചെയിനിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണോ? നീ എന്തോന്ന് ചിറ്റപ്പ,
എന്താ നീ എല്ലാ ദിവസവും ചിറ്റപ്പൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ? ഡോ, ഏ? ഫോനട്ടെ പുറത്ത്. ദേഷ്യമായിട്ടുണ്ട്. ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. പയ്യനാടാ നിന്റെ വാലെന്റെ അടുത്ത് ആട്ടണ്ടടാ. ഞാൻ നിന്നെ തൊടാതെ തന്നെ ഊതുവടാ നിനക്ക് ശങ്ക്. മോനെ ഇനി നീയാണ് എനിക്ക് എന്റർടൈൻമെന്റ്. എന്തായടാ അവന് കിട്ടിയോ? എന്തേ നമ്മളെ പണം പിടിച്ചിട്ട് അവൻ എസ്കേപ്പ് ആയെന്നോ? നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് വിചാരിച്ചല്ലേ? ഞാൻ കാണിച്ചു തരാടാ. എന്തെങ്കിലും ചെയ്ത് തൊലക്കേ. ഹലോ, പറയടാ പൊന്നു. കള്ളപ്പൈല് അവൻ വിടുന്നില്ല. ഇതാ വരുന്നു. ഞാൻ വലിയ ഓഫീസറല്ലേ. എല്ലാ ജോലികളും എന്റെ തലയിൽ വെച്ചെന്നേ. ഞാൻ ഇപ്പൊ വരാ. എപ്പോ പോകുന്ന പറയാൻ പറ്റില്ലല്ലോ. 2-3 ദിവസത്തിനകം വരാ. വിഷമിക്കാതെ ഉറങ്ങു പോന്നേ. എന്താ ഓഫീസറെ, പ്രേമാണോ? നീ പോടാ. വലിയ ഏടാക്കൂടത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചു. എല്ലാം ഇവനെ കൊണ്ടാ. വേണ്ട വിട്. എനിക്ക് കൊടുത്തോ? വർക്ക് കഴിഞ്ഞോ? ആ, ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ചെറിയ ചെറിയ കറക്ഷൻ മാത്രം മതി. അപ്പൊ തന്നെ തരും. ഓക്കെ. അത് ചേഞ്ച് ചെയ്തു. ഇതാണ് ഫസ്റ്റ്. എനിക്ക് കിട്ടണം MP സീറ്റ് കാശിന് വേണ്ടിട്ട് വേറെ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. പാത്രക്കട പാണത്തിന്റെ അടുത്തുള്ള ഭയം പോയല്ലോ നിനക്ക്. എന്നെങ്കിലും ഒരു ദിവസം നീ എന്റെ കാലിൽ വീഴോടാ. അവനായിരിക്കില്ല. പോടാ ഇവിടുന്ന്. അവന് കിട്ടില്ല. അവനില്ല. അവന് കിട്ടില്ല. അവന് കിട്ടത്തില്ല. IAS ഓഫീസർ എങ്ങനെ കഷ്ടപ്പെടുത്തി വിട്ടല്ലോ. 35 വർഷം സർവീസ്. ഓരത്തിന്റെ അടുത്ത് ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചാലും ആരും അറിയില്ലല്ലോ. ചുമ്മാ നിന്ന് ചാരിത്ര പ്രസംഗം നടത്തുന്നു. ഇതുവരെ കൈക്കൂലി വാങ്ങിക്കാത്തത് കൊണ്ട് അടുത്ത വർഷം അവാർഡ് എനിക്കാണെന്ന് ഗവൺമെന്റ് പറഞ്ഞതായിരുന്നു. പോയി കുറച്ച് പണം കണ്ടപ്പോ എല്ലാം മറന്നുപോയി. എല്ലാം പോയി. മാനം പോയി, മര്യാദ പോയി, പൈസയും പോയി, എല്ലാം പോയി. ജീവിതം നശിച്ചു. എല്ലാത്തിനും കാരണം ഇവനാണ്. എനിക്ക് കിട്ടേണ്ട MLA സീറ്റ് താൻ കാശിന് വേണ്ടി വിറ്റു. താൻ കാശ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഇതിന് താൻ ഒരിക്കൽ ദുഃഖിക്കും. ഹരിചന്ദ്ര, ഒക്കെ എടുത്തോണ്ട് വാടാ. ചേട്ടാ, എന്താടാ ആരോടാ കളിക്കുന്നത്? നീ മറന്നോ? പകരം വീട്ടാനാ അല്ലേ? എവിടാ ഫോട്ടോഗ്രാഫർ? അവൻ ആരായതെന്നൊന്നും എനിക്കറിയില്ല ഏട്ടാ. അവനും എനിക്ക് ഒരു ബന്ധമില്ല ഏട്ടാ. അന്നെന്തോ ദേഷ്യത്തിൽ ഞാൻ നിങ്ങളെ കുറെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ ഉള്ളത് തന്നെയാ. പക്ഷെ നിങ്ങൾക്കെതിരെ ഞാൻ അങ്ങനെ ആളെ അയക്കും ഏട്ടാ. ചേട്ടാ, അത് ഹരിചന്ദ്രനല്ല പറഞ്ഞേ. ആരാന്നറിയാവോ? ചേട്ടന്റെ ഗുരുവിലെ ആ പാണ്ഡ്യൻ. എന്താടാ നീ പറയുന്നേ? ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ചോദ്യം ചോദിച്ച് പേടിപ്പിക്കുന്നത് നിങ്ങളല്ലേ? അതെ, ഞങ്ങൾ പേടിപ്പിക്കൊന്നുമല്ല. അവർ ചെയ്യേണ്ട ജോലി ഞങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു. അവരിത് ചെയ്തില്ലെങ്കിൽ അവരെ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങള് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ആ MLA ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത്. വെള്ളം വരാൻ വെച്ചു, റോഡ് കെട്ടി. നിങ്ങൾ ചെയ്ത ഉപകാരം മോനെ ഇതെല്ലാം. പലവട്ടം ഒതുങ്ങി പോയിട്ട് നീ ഞങ്ങളെ വിടത്തില്ലല്ലേ? നിനക്ക് അടിമയായിട്ടിരിക്കാൻ ഞങ്ങൾ വല്ല എഴുതി തന്നിട്ടുണ്ടോ? നീ പഴയതൊക്കെ മറന്നുപോയോ? 5 വയസ്സിൽ നീ നിന്റെ അനിയനും വിശക്കുന്നെന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നത് നീ മറന്നുപോയോ? എന്താടാ, എന്ത് പണി എന്നാലും ചെയ്യുവോ? ആ ചെയ്യും. ആഹാരം കൊടുത്തു, ജോലിയും കൊടുത്തു. 15-ാമത്തെ വയസ്സിലെ സ്പാനർ താഴെ ഇട്ടിട്ട് തരികിട പണിയും തുടങ്ങി.
ജനങ്ങളെയും പറ്റിച്ച് നീ വളർന്നങ്ങ് വലുതായി. അതിന്റെ ഇടയ്ക്ക് നീ ആരുടെയൊക്കെയോ ബിനാമിയായി. നീ മിടുക്കൻ തന്നെയാ. എടാ, നിന്റെ മുതലാളിയാണെന്ന് പോലും നോക്കാതെ റെഗുലർ ആയിട്ട് ഞാൻ എടുക്കുന്ന ടെൻഡർ എല്ലാം നീ എടുത്ത് എന്റെ കഞ്ഞുകൂടി നീ മുട്ടിച്ചു. വലിയ തെറ്റാ നീ ചെയ്തേ, വലിയ തെറ്റ്. ഇതൊക്കെ ഒരു ദിവസം നിന്നെ വിട്ടു പോകും. അപ്പോ നിന്റെ ഈ തരയുടെ ബിസിനസ് ഒക്കെ കളഞ്ഞിട്ട് നീ എന്റെ അടുത്ത് വരും. നിന്നെ ഞാൻ വരുത്തിക്കോടാ. നീ ഇപ്പൊ പൊയ്ക്കോ. എന്താടാ, ഞാനിപ്പോഴും നിന്റെ പണിക്കാരനാണെന്നാണോ നിന്റെ വിചാരം? വേണ്ട ഇന്ദ്ര, നീ ചെയ്യുന്നത് തെറ്റാ. ഉറപ്പായി നിനക്ക് പണി കിട്ടും. താൻ ഒലത്തും. എന്റെ രാഷ്ട്രീയ സ്വാധീനം എന്താണെന്ന് തനിക്കറിയോ? ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പിന് എന്റെ ഗുഡൌണിൽ നിന്ന് വേണം പണം പോകാൻ. ഞാനൊന്ന് ഞൊടിച്ച എല്ലാ പാർട്ടിക്കാരും എന്റെ വീടിന്റെ വാതുക്ക് വരും. എന്നെയാ നീ വീഡിയോ പിടിച്ച് വരട്ടാൻ നോക്കുന്നത്. അത് ചെയ്തത് ഇവനാണോ? ചേട്ടാ, ഇവൻ ഇൻകം ടാക്സിലോട്ട് പറഞ്ഞു മാത്രമേ കൊടുത്തുള്ളൂ. ഇവനും ആ ഫോട്ടോ എടുത്തവനും ഒരു സംബന്ധം പോലും ഇല്ല. ഇവനും അല്ലേ? പോടാ. ആരടാ അവൻ? എവിടെയാണോ അവൻ? ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? വെറുതെ എപ്പോ നോക്കിയാലും ഒന്ന് പോന്നുണ്ടോ? പറഞ്ഞ കേൾക്കൂല്ല, മനസ്സിലാക്കൂല്ല. ഭാര്യയെ കൊന്നു കളഞ്ഞല്ലോ സാർ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചില്ലേ, ഞങ്ങളെക്കുറിച്ച് TV ഇടരുത് എന്ന്. ഞങ്ങളുടെ കാര്യം നാട്ടുകാരെല്ലാരും പറഞ്ഞ് അവളോട് ചോദിക്കാതെ ചോദ്യമെല്ലാം ചോദിച്ച് മനസ്സ് തകർന്ന് തൂങ്ങി മരിച്ചു. ഭാര്യയും ഭർത്താവിന്റെ പ്രശ്നങ്ങൾ 4 ചുമര് വിട്ട് പുറത്തു പോകരുതെന്ന് അറിയാതെ തെറ്റായി തീരുമാനിച്ചു. അതുപോലെ എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എനിക്ക് 2 മക്കളാണ് ഉള്ളത്. 2 മക്കള്. മതിയാക്കും, ഇതോടുകൂടി എല്ലാം മതിയാക്കും. എന്നെ പോലെയുള്ള പാവപ്പെട്ട ജനങ്ങളെ കാശിന് വേണ്ടി കൊലയ്ക്ക് കൊടുക്കരുത്. കാശിന് വേണ്ടി ഇങ്ങനെ ചെയ്യരുത്. കൈയെടുക്ക് സാർ, എന്റെ മാരേജ് കഴിഞ്ഞതാ. നിന്റെ കല്യാണം കഴിഞ്ഞോ? അതെ. ഇത് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇവിടെ വരുന്നതിന് മുൻപ് മാരേജ് കഴിഞ്ഞതാ. ഇവിടെ വരുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞോ? അതെ. അയ്യോ, ഞാൻ മിസ് ചെയ്തല്ലോ. മട്ടിയാൽ മട്ടന്, ചെക്കിയാല് ചിക്കന്, വെള്ളമുടി വന്നാലേ മാറി നിക്കടാ ടക്കന്ന്. നീ വലിയ മന്മത കുഞ്ചുമൊന്നുമല്ല, നിനക്ക് ഒരു നേരം കഞ്ഞി കുടിക്കാനും വഴിയുമില്ല. ഇതുപോലെ കാണിച്ചു കൂട്ടിയാൽ കൊത്ത് പൊറോട്ട. ഈ മാറ്റർ ഞാൻ MD അടുത്ത് പോയി പറഞ്ഞേ കൊടുക്കട്ട. ഞാനേ തേക്കുന്നവൻ, എനിക്ക് തേപ്പാ. ഈ ജീവിതം അടങ്ങത്തില്ലെന്നാ തോന്നുന്നേ. ഇയാളെന്തെങ്കിലും ചെയ്യണല്ലോ. എങ്ങനെങ്കിലും ഈ ചാനൽ വിട്ട് ഇറങ്ങണം. കൺഗ്രാറ്റ്സ് മിസ്റ്റർ മുകുലൻ, അച്ഛനാകാൻ പോകുന്നല്ലേ? എനിക്കും ഒരു ചാനലൊക്കെ ആരംഭിച്ച് വിജയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുക. അതെൻ്റെ ഒരു സ്വപ്നവും കൂടെയാ. ആ സ്വപ്നത്തിനാണ് നിങ്ങൾ ജീവൻ അർപ്പിച്ചിരിക്കുന്നത്. നിങ്ങളും ഞാനും തമ്മിൽ ഒറ്റയ്ക്കുള്ള രീതിയിൽ യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ്, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും. എന്ത്, നമ്മുടെ ജനങ്ങളുടെ ടാക്സ് മുഴുവനും മന്ത്രികളുടെ അടുത്തും അവരുടെ ബിനാമികളുടെ അടുത്തും കള്ളപ്പണമായി കിടക്കുകയാണ്. ഇതെല്ലാം പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റേറ്റും സെൻട്രലും ജനങ്ങൾക്ക് തരുന്ന കയപ്പായ മരുന്നില്ലേ, നമുക്ക് തടയാൻ പറ്റും. അത് ശരിയാ. എന്തെങ്കിലും ആയിക്കോട്ടെ സാർ. നാളെ വരാൻ പോകുന്ന വാർത്ത കാരണം നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഉറപ്പായിട്ടും നടക്കാം മുകുലൻ. ശരി സാർ, ഞാൻ എന്നാ പോട്ടെ സാർ, നാളെ കാണാം. നിങ്ങൾ എന്തായാലും വിജയിക്കും. ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വാ മുകുലൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വന്തം പിറന്നാളിന് വലിയ കത്തി ഉപയോഗിച്ച് കേക്ക് മുറിച്ച് യുവാവ്. പോലീസിന്റെ ജാഗ്രതാ മുന്നറിയിപ്പ്. സത്യമംഗലം കാടിനുള്ളിൽ കള്ളപ്രണയിതാക്കൾ. ഡ്രോൺ ക്യാമറയുടെ നിരീക്ഷണത്തിൽപ്പെട്ടു. മദ്യലഹരിയിൽപ്പെട്ട 2 പേർ തമ്മിൽ നടുറോഡിൽ വെച്ച് സംഘർഷമുണ്ടായി. വഴക്കിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ തന്നെ മദ്യപാനി എന്ന് വിളിക്കാതെ കുടിക്കാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്നായിരുന്നു അയാളുടെ മൊഴി. ഇങ്ങനെ അധിക്ഷേപിക്കുന്ന സംഭവം നടന്നത് ചെങ്ങനാശ്ശേരിയിൽ വെച്ചായിരുന്നു. പ്രധാന വാർത്തകൾ വിശദമായി.
ജ്യൂസ് എന്തായി സാർ? ആ മുകുലൻ വരൂ ചിറ്റപ്പാ. ദാ വന്നു കഴിഞ്ഞു. വിളിച്ചോ മോനെ? ആ 2 ജ്യൂസ് കൊണ്ടുവാ. എന്താ വരൂ ജ്യൂസ്? ഇരിക്കും മുകുലൻ. എന്ത് ജ്യൂസാ കഴിക്കുന്നേ? ജ്യൂസ് വേണ്ട, ഒന്നും വേണ്ട, പോകുന്നുണ്ടോ? എന്തിനാ ചൂടാവണേ? തണുപ്പിക്കാൻ ഞാനൊരു ജ്യൂസ് എടുത്തിട്ട് മുകുലൻ വരാം. ജ്യൂസിനെ കുറിച്ച് ജ്യൂസ് കൊണ്ടുവരാൻ പറയുന്നു. ആദ്യ സമാധാനത്തോടെ പറയുന്നത് കേൾക്ക്. ഇന്നലെ എല്ലാവരും വീട്ടിലോട്ട് പോയതിനു ശേഷം ഞാനൊന്ന് ആലോചിച്ചു നോക്കി. ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ആയ അതിൻ്റെ പരിണിത ഫലം എന്തൊക്കെയാണെന്ന് നല്ലതുപോലെ ആലോചിച്ചു. അതിനുശേഷം നല്ലൊരു തീരുമാനത്തിലാവുന്നത്. ഇന്ദിരവർമ്മയുടെ പുറകിൽ വലിയൊരു രാഷ്ട്രീയ സപ്പോർട്ട് തന്നെയുണ്ട്. ഹലോ, ആരാ? മിസ്റ്റർ ഇന്ദിരവർമ്മൻ, ഞാൻ ആരെന്നറിയാവോ? ആരാടാ നീ? ഞാൻ പറയുന്നത് ആദ്യം ടെൻഷൻ ഇല്ലാതെ കേൾക്കാൻ നോക്ക്. നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെയാ. നിങ്ങളുടെ ഓരോരോ പ്രോപ്പർട്ടി ഷൂട്ട് ചെയ്തിട്ട് അവസാനം നിങ്ങൾ ഇൻകം ടാക്സ് ഓഫീസറും തമ്മിൽ സംസാരിച്ച ഡീല് വരെയും ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ ഞാനാണ്. നീയാണോ? കോൾ ഇന്ദിരവർമ്മൻ, ഡീല് സംസാരിച്ചാലോ? ഇല്ലെങ്കിൽ നാളെ രാവിലെ 8 മണിക്ക് എല്ലാ ചാനലും നിങ്ങളുടെ ന്യൂസ് ഫ്ലാഷ് ആവും. പറയാം. നീ ഗോഡനിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നില്ലേ? ആദ്യം 40 കോടി. ജയ് TV MD സുന്ദര പാണ്ഡ്യൻ. നീ അബദ്ധത്തിലെങ്ങാനും ഇത് ടെലികാസ്റ്റ് ചെയ്ത നേരത്തെ ഞങ്ങൾ കത്തിച്ച ചാനലിനെ കുറിച്ചൊക്കെ അറിയാലോ അല്ലേ? അതുപോലെ തന്റെ ചാനലും കത്തിച്ചാമ്പലാവും. സൂക്ഷിച്ചോ. മുകുലൻ, ഞാൻ നന്നായിട്ട് ആലോചിച്ചു നോക്കി. എൻ്റെ തീരുമാനം ശരിയായിരുന്നു. അവനെ എതിർക്കാനായിട്ട് ആൾബലവും പണബലവും നമ്മുടെ കയ്യിലില്ല. ഒന്നാമതേ നമ്മളെ ചാനൽ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാശ് നമുക്ക് അത്യാവശ്യമാണ് മുകുലൻ. ഒരു ന്യൂസ് റിപ്പോർട്ടർ എന്ന രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ചാനലിൻ്റെ പാർട്ട്ണറായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക് മുകുലൻ. നിങ്ങൾ ഈ ചാനലിൻ്റെ പാർട്ട്ണറാണ്. ഇതേപോലെ വേറൊരു വാർത്തയും കൂടി എടുത്താ നിങ്ങൾ എന്നെ വീട്ടിലെ വർക്കിംഗ് പാർട്ട്ണർ ചേർക്കോ മിസ്റ്റർ സുന്ദര പാണ്ഡ്യൻ? മുകുലൻ എന്തോന്നാ പറയുന്നേ? പിന്നെന്താടോ, മിലിറ്ററിനും പോലീസിനും ആളെടുക്കുന്ന പോലെ കൊള്ളയടിക്കാനും ആളെ ചേർക്കണോ? എന്നെ പോലെ കാശിനെ ആഗ്രഹിക്കുന്ന മൃഗങ്ങളുള്ളത് കൊണ്ടാണ് കാശ് എവിടെ വേണമെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നത്. തീവ്രവാദികൾ എല്ലാ സ്ഥലങ്ങളിലും ബോംബ് വെക്കുന്നത്. ഒരു സാധാരണ മാധ്യമപ്രവർത്തകനായി സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്ത് അവൻ തരുന്ന 500-1000 വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ട് വെറുതെ ഇരിക്കാൻ വയ്യ. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കർഷക കുടുംബത്തിൽ ജനിച്ചവനാണ് സാർ ഞാൻ. അവർ പെട്ട കഷ്ടങ്ങളെല്ലാം ഞാനും അനുഭവിച്ചിട്ടുണ്ട് സാർ. കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത രാഷ്ട്രീയക്കാർ ആൾക്കാരെ പറ്റിച്ച് വോട്ടും വാങ്ങി MLA MP ആയി. അവർക്ക് ഒന്നും ചെയ്യാതെ അവർ കൃഷി ചെയ്ത് നെല്ല് കൊണ്ടുവന്നിടുന്ന പത്തായത്തില് അവരുടെ കള്ളക്കാശ് നിറച്ചു വച്ചിരിക്കുകയാണ്. എന്താ സാർ, ഇവരെ പോലെയുള്ള ആളുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാതെ നിങ്ങളെ പോലെയുള്ള ആളുകൾ കാശ് വാങ്ങുന്ന ബ്രോക്കറായല്ലോ സാർ. നിർത്തടോ. ശരി തന്നെ, എനിക്ക് ആദ്യം കാശും ബിസിനസ്സുവാ, ബാക്കിയെല്ലാം പിന്നെ. താൻ എന്ത് ചെയ്യുന്ന കാശെന്ന് വെച്ചാ? അങ്ങനെയാണെങ്കിൽ ഭാര്യയെ പോലും. എന്താണോ പറയുന്നത്? ഇതിന്റെ കോപ്പിയാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിന്റെ ഒറിജിനൽ എൻ്റെ കയ്യിലാണ്. ഇതുകൊണ്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടാൻ പോകുന്നില്ല. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രമുഖ TV റിപ്പോർട്ടർ മുകിലന്റെയും ഭാര്യയുടെയും ആത്മഹത്യയെക്കുറിച്ചാണ്. ആരാണ് ഈ മുകിലൻ? പ്രമുഖ റിപ്പോർട്ടർ മുകിലിനെ കണ്ടാലുടനെ രാഷ്ട്രീയക്കാരും മറ്റു പല പ്രമുഖരും ഭയന്നോടാറുണ്ട്. തന്റെ ആശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് എതിരെ നിൽക്കുന്നവന്റെ നാവിൽ നിന്നും സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ മിടുക്കനായിരുന്നു മുകിലൻ. തന്റെ ജീവിതത്തിലേക്ക് ഒരു അനാഥയായ പെൺകുട്ടി വരണമെന്ന് മുകിലൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി മുകിലൻ അനാഥ മന്ദിരത്തിൽ നിന്നും ഒരു ഊമയായ പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിച്ചു. അത്രയും നന്മയുള്ള ഹൃദയത്തിന്റെ ഉടമയായ മുകിലൻ തന്റെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് ഈ ലോകത്തിന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേട്ടോ രാമൂർത്തി, രണ്ടുപേരും സന്തോഷമായില്ലേ? നിക്ക് വേൽമുരുക, എടുത്തോണ്ട് വാടാ. ശരി ഏട്ടാ. രാമൂർത്തി, നിങ്ങൾക്കുള്ളതാ, എടുത്തോണ്ട് വെക്കോ. അയ്യോ, എനിക്ക് പണം വേണ്ട, എന്നെ വിട്ടാ മതി. രക്ഷപ്പെട്ടു. റിപ്പോർട്ടർ ആത്മഹത്യ ചെയ്തെന്നോ? അതായിരുന്നല്ലോ ന്യൂസ്. പക്ഷെ ഇന്നലെയല്ലേ കണ്ടേ? ചില കാര്യം എപ്പോഴുവേ കാണാത്ത രീതിക്ക് ഇങ്ങനെ പോയേക്കണം. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, ഭയങ്കര മാസായിരുന്നു. അവര് മരിച്ചു പോയെന്ന് പോലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നല്ലവനായിരുന്നെങ്കിലും സത്യസന്ധനായിട്ടിരുന്നാലും ഈ നാട്ടിലൊന്നും ജീവിക്കാൻ കഴിയത്തില്ല മോനെ. നമ്മുടെ കയ്യിൽ എന്താ ഉള്ള മോനെ? ഇന്നിനിപ്പോ അവൻ പോയി, ഇനിയിപ്പോ നാളെ ചിലപ്പോ നമ്മളായിരിക്കും. ഇതിന് ശേഷം ഹായ് ബേബേ, സുന്ദരിയാണല്ലോ. ഇന്റർവ്യൂ എംഡി അകത്തുണ്ട് ചെല്ല്. നീ എവിടെ പോകും? കോഴി ഇന്റർവ്യൂ നടക്കുന്ന ഇടത്തില് നിനക്കെന്താ പണിയുള്ളത്? നീ എന്തിനാ അവിടെ നോക്കുന്നേ? എന്താ കളിയാക്കുവാണോ എന്നെ? മാറാ ശല്യപ്പെടുത്തുവാണല്ലോ. എന്റെ ബേബിക്ക് ജോബ് കിട്ടുമോ? എന്ത് കിട്ടും? ദേവി സർ. കിട്ടും കിട്ടും. നമ്മുടെ ബേബി ബ്രില്യന്റ് അല്ലേ? ഓക്കെ സർ. സർ, ചെയിൻ സ്നാച്ചിങ് ലൈവ് പ്രോഗ്രാം സക്സസ് ആയിട്ടുണ്ട് സർ. അതുപോലുള്ള വേറൊരു പ്രോഗ്രാം ആണ് സാർ. ഓക്കെ പറഞ്ഞല്ലോ. പറ്റൂ സർ. ഇത് ചെയ്ത നല്ലതായിരിക്കും സർ. നമ്മുടെ ചാനലിൽ നല്ല പേര് കിട്ടും സർ. ഹായ് ബേബേ. ഇത് ശരിയാവാൻ തോന്നുന്നില്ല. ഹായ്. ജനങ്ങൾക്കും ഇതില് നല്ല പേടിയുണ്ട് സർ. ഇത് ജസ്റ്റ് ഫോർമാലിറ്റി ആണ് സർ. സുന്ദരിയായിട്ടുണ്ട്. സോ സാറ് സൈൻ ചെയ്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. സാറേ, നീ ഈ ചാനലിൽ വന്നത് തൊട്ട് നിന്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നീ നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടില്ല പോകുന്നൊക്കെയല്ലേ പറഞ്ഞേ. എന്നിട്ട് ചേട്ടനോട് സംസാരിച്ചേക്കാം, നീ വിട്ടോ. സാറേ, എനിക്ക് ജോബ് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാനും മാഡവും ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. അതെ, മാഡത്തിനടുത്ത് ചോദിച്ചോ? നീ താങ്ക് യു സാർ. മാഡം ഇങ്ങോട്ട് വാ, നമുക്ക് അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. സാറേ പറ സാറേ. ഒരുപാട് അങ്ങ് സപ്പോർട്ട് എടുത്താൽ നിൽക്കണ്ട. ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ വണ്ടി വിട്ടോ. ചെയ്തോളാം സാറേ. നല്ല സൂപ്പർ പ്രോഗ്രാം സാറേ. പാടാൻ പോകുന്നത് ആരെ? അങ്ങനെ ഒരു പാട്ട് മത്സരം സാറേ. അതില് നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടിക്ക് കഴിക്കാൻ വഴിയില്ല, കിടക്കാൻ സ്ഥലമില്ല എന്നൊരു കള്ളം പറയാം സാറേ. കള്ളം പറഞ്ഞ് നമുക്ക് സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്യാം സാറേ. പിന്നെ അവളുടെ അമ്മയെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ചാനൽ ഇല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, ഇതില്ലെങ്കിൽ ഞങ്ങൾ വഴിയാധാരായി പോകുന്നു പറഞ്ഞ് കരയിപ്പിച്ച് നമുക്ക് TRP കയറ്റാൻ സാറേ. സൂപ്പർ പരിപാടിയാ സാറേ. എല്ലാരും അങ്ങ് മയങ്ങിപ്പോവും. എല്ലാ ചാനലും ചെയ്യുന്ന പോലെ ചെയ്യാൻ പറയണം. നീ ഞാനെന്താ അവരെ പോലെ കോപ്പി അടിക്കണോ? എന്താ നിങ്ങൾ എല്ലാത്തിനും കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇംഗ്ലീഷ് ചാനലിലെ കോപ്പി അടിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ആദ്യ പ്രോഗ്രാംസ് ചെയ്തോണ്ടിരിക്കുന്നത്. പല ഡയറക്ടർമാരൊക്കെ പഴയ പടമൊക്കെ ഓൾട്ടർ ചെയ്താണ് പുതിയ പടം എടുക്കുന്നത്. വലിയ ഹീറോസ് പോലും അവർക്ക് അവസരം തരുന്നില്ലേ സാറേ? പിന്നെന്താ സാറേ? മറ്റുള്ളവരുടെ കാര്യമൊക്കെ നമുക്കെന്തിനാ? മര്യാദയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്, അല്ലെങ്കിൽ വണ്ടി വിട്ടു. തീർച്ചയായിട്ടും ചെയ്യാം സാറേ. പെണ്ണിന്റെ പുറകെ ഇറങ്ങി എടുക്കുന്നോ? നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയോ? എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ആരാണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക്. എനിക്ക് ജോലി വേണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചിരുത്തുവാണോ നിങ്ങൾ? പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ ന്യൂസിന് എങ്ങോട്ട് പോവാന്? ആരെങ്കിലും ന്യൂസ് താടോ. ഇവന്മാരുടെ അടുത്ത് പോലും ന്യൂസ് ഇല്ല, നമുക്ക് എവിടെ നിന്ന് എടുത്തു തരാന്? അയ്യോ നശിച്ചു. ഇപ്പൊ ആരാടാ വിളിക്കുന്നേ? എന്താടാ ഇങ്ങനെ? ഹലോ, JTV ആണോ? മുകിലുണ്ടോ? മുകിലൊന്നും ഇല്ല. സെന്തിലാ സംസാരിക്കുന്നേ. എന്താന്ന് പറ. ഞങ്ങളുടെ നാട്ടില് ഒരു അന്യായം, കറണ്ട് പോയി. അതിനൊരു ന്യായം വേണം. പോലീസുകാരനെ വിളിച്ചാ അവര് വിട്ടിട്ട് പോയി കളയും. നിങ്ങൾ വന്നാ സത്യം പുറത്തു വരും. ചേട്ടോ, നമ്മുടെ ചാനലിലെ ഉള്ളതിൽ ഏറ്റവും വലുത്. അതിലേ ഞാനില്ലേ, നമ്മുടെ ചാനലിനെക്കാട്ടിലും വലുതാ. ആരടുത്തും പറഞ്ഞേക്കരുത്, ഞാൻ തന്നെ വന്നോളാം. വരുന്നുണ്ടോ? വരുവാണേ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ ന്യൂസ് കിട്ടിയേ. അയ്യോ കുമാർ ചേട്ടാ, നമുക്ക് ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? അയ്യോ അയ്യോ അയ്യോ. അങ്ങേര് പറഞ്ഞ സ്ഥലം ഇത് തന്നെയാ. അല്ലാണ്ട് ഇവിടെ ഒരു ആൽമരം ഉണ്ടല്ലോ, പക്ഷെ അയ്യരെ കാണുന്നില്ല. വരുമായിരിക്കും. ഹയറിനടുത്ത് ഞാൻ ന്യൂസും മേടിച്ചിട്ട് ഈ ചാനലിൽ അങ്ങ് സെറ്റിൽ ആവണം. എന്തോ ശബ്ദം വരുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഹയ്യറെ പോലെ ഉണ്ടല്ലേ? ഹയ്യർ തന്നെയാ. ഹയ്യറെ, ഞാനിവിടെ. എത്ര ദൂരം ഓടിയാലും എന്റെ അടുത്ത് കുടുങ്ങോളൂ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്.
Smoking causes cancer. പറയൂ സർ. നിങ്ങൾ കോൺഫറൻസ് മീറ്റിംഗിന് ഇനി വരണ്ട. അതെന്താ സർ? ഇന്നലെ നടന്ന അയ്യറിന്റെ കൊലപാതകം പൊളിറ്റിക്കൽ ലെവലിൽ വലിയ ഇഷ്യൂ ആയി പോയി. നിങ്ങളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ സർ, ഞാൻ നോക്കിക്കോളാം. ഇതിനാണോ വൈകരം ചെയ്തത്? നല്ല മനുഷ്യനായിരുന്നു. ആർക്കും ഒരു ദോഷവും വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങേരെ എന്തിനെങ്ങനെ വെട്ടിക്കൊന്നെന്ന് അറിയില്ലല്ലോ. തിരുവേനിക്ക് വ്യക്തിപരമായോ കുടുംബപരമായോ ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നു? അങ്ങേർക്ക് ശത്രുക്കളെന്ന് പറഞ്ഞ ആരും ഇല്ലായിരുന്നു. ആരായിരുന്നല്ലോ നൈറ്റ് ഔട്ട് നോക്കിയേ? കുമാർ അകത്തുണ്ട്, ആവശ്യം ചോദിക്കുക. എന്റെ അനിയൻ ആരാടാ പിടിച്ചേ? നിങ്ങളുടെ അനിയൻ എന്ന് എന്റെ അനിയൻ ആരാടാ നിനക്ക് അറിയില്ലല്ലേ? എനിക്കറിയില്ലല്ലോ. തന്നെ കണ്ടാലും ഒരു അനിയനെ പോലെ തോന്നുന്നു. എന്തോടാ ആലോചിക്കുന്നത്? പറയൂ അനിയ. രാത്രി വെള്ളം ഒഴിച്ചിട്ട് അനിയൻ ബൈക്കിൽ പോയായിരുന്നു. അതിന് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നോ? ആരുടെ അയാള്? ഏയ്, ആരാടോ ഇന്നലെ മട്ടാഞ്ചേരി ഭാഗത്ത് റൗണ്ട്സിന് പോയപ്പോ ഈ അനിയനെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്? സാറേ ഞാനല്ല, പെരുമാളത്. ഞാനാണ് കുമാർ. ഓ, താനാണോ? തെറ്റാണ് ചെയ്തത്, അറിയാതെ ചെയ്തു പോയതാ. കൊലക്കാരനാണ്, കൊന്നുകളയും. ഞാൻ അറിയാതെ ഇതൊക്കെ ഇവിടെ ചെയ്യാൻ മാത്രം ആയോ താൻ? തെറ്റാണ് ചെയ്തു പോയത്, നീ അറിയാതെ ചെയ്തു പോയി. അത് സമ്മതിച്ചല്ലോ. ഇനി അങ്ങനെ തരുന്നത് വാങ്ങിച്ചോ? താനല്ലേ അത്? ഞാനേ മുൻ കൗൺസിലറുടെ മകനാ. ഇപ്പോ ഞാൻ കൗൺസിലറാ. ഞാനേ ആൾക്കാരെ പിടിച്ചോണ്ടിരിക്ക. എന്റെ അനിയൻ കുടിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാൻ നോക്കുന്നോ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ? ഞാൻ ആരാണെന്ന് അറിയാമോ എനിക്ക്? പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാരുടെ കൈ വെക്കടാ. ആരാ സ്റ്റേഷനില്? ഞാൻ മുഖ്യമന്ത്രിയാ സംസാരിക്കുന്നത്. ഞാൻ DSP പ്രഭാകരനാണ് സംസാരിക്കുന്നത്. പറയൂ. എന്താ ഒന്നും മനസ്സിലാവാത്ത മാതിരി പറയുന്നേ? മരിച്ചതേ അയ്യരാ, അറിയാലോ അത്. നാളെ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് ഞാനാണ്. സ്ത്രീയാണെന്ന് പോലും അവർ ആലോചിക്കില്ല. അന്വേഷിക്കുന്നുണ്ട് മാഡം, പെട്ടെന്ന് തന്നെ അക്യൂസിനെ പിടിക്കാം. അന്വേഷിക്കുന്നുണ്ടെന്ന് കൂളായി പറഞ്ഞോണ്ടിരിക്കുകയാണോ? ഞാൻ നിയമസഭയിൽ പോണോ അതോ നെഞ്ചു വേനിക്കണമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോണോ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയണ്ട. ഇനി 24 മണിക്കൂറിനുള്ളിൽ അക്യൂസ് കോർട്ടിൽ ഹാജരായിരിക്കണം. മാഡം പെട്ടെന്ന് പിടിക്കാം മാഡം. സാറേ, അല്ലെങ്കിൽ തന്നെ എനിക്ക് BP ഭയങ്കര കൂടുതലാ. പറയുന്ന ഒന്ന് മനസ്സിലാക്ക. എങ്ങനെയെങ്കിലും അതൊന്ന് തീർത്ത് വിട്. പറ്റില്ലെന്നുണ്ടെങ്കിൽ നെറ്റിൽ അത്തരം സിനിമകളൊക്കെ കാണുന്നവരുണ്ടാവില്ലേ, അവന്മാരെ പോയി പിടിക്ക്. അതും പറ്റിയില്ലെങ്കിൽ റോട്ടിൽ പിച്ചക്കാര് കാണുമല്ലോ, അവരെ പോലും പിടിക്കാൻ പറ്റില്ലെന്നാണോ? അവരെ പിടിച്ച് ഉള്ളിലാക്കി കേസ് അങ്ങ് തീർക്ക്. എന്തേ ആലോചിക്കുന്നേ? പിച്ചക്കാർക്ക് ക്ഷാമമൊന്നുമില്ലല്ലോ നാട്ടില്. ദിലീപ് സാർ, ആ മെഡിക്കൽ റിപ്പോർട്ട് എന്തായി ദിലീപ്? ഈവനിങ് വാങ്ങിട്ട് വരാം സാർ. പെട്ടെന്ന് പോയി വാങ്ങിച്ചോണ്ട് വാടോ. അവർ കിടന്ന് ബേളം വെച്ചോണ്ടിരിക്കുക. ഒന്ന് പോടോ, പെട്ടെന്ന് പോയി വാങ്ങിച്ചോണ്ടോ. ഓക്കെ സാർ. വേട്ടയാടി മൃഗം രസിക്കുന്നേ, ആ പാവമുയിര് മേലെ മേലെ പറക്കുന്നേ, നെഞ്ചം തേങ്ങി 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 കരയുന്നു, മനുഷ്യൻ മെല്ലെ മൃഗമായി മാറുന്നു. കണ്ണിൽ ചോര കണ്ടു, കാതിൽ നിലവിളി കേട്ടു, എന്നാലും മിണ്ടാനാവില്ലേ. ഈരവ് മാഞ്ഞ് സൂര്യൻ എന്തേ ഉദിച്ചില്ല. കണ്ണിൽ ചോര കണ്ടു, കാതിൽ നിലവിളി കേട്ടു, എന്നാലും മിണ്ടാനാവില്ലേ. ഈരവ് മാഞ്ഞ് സൂര്യൻ എന്തേ ഉദിച്ചില്ല. അത് നിങ്ങൾ നേരിട്ട് കണ്ടായിരുന്നോ? നേരിട്ട് എനിക്ക് കാണാൻ പറ്റില്ല സാറേ, പേടിച്ചു പോയി. ഞാൻ ഒളിച്ചിരിക്കുമായിരുന്നു. പക്ഷേ വോയിസ് കേട്ടാ ഞാൻ കണ്ടുപിടിച്ചോളാം സാറേ. ശരി, ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരണം. അല്ല വേണ്ട, കേസ് തീരുന്നവരെ കൂടെ ഉണ്ടാവണം. എടാ, എന്ത് ധൈര്യത്തിലാണോ ബ്ലാക്കിൽ മദ്യം വയ്ക്കാൻ തന്നെ? നിന്നൊന്നും വെറുതെ വിടാൻ പാടില്ല. തെരസെത്തിയോ? ലാബ് റിപ്പോർട്ട് നോക്കുമ്പോൾ 7ാമത്തെ വെട്ടി തന്നെ ജീവൻ പോയിട്ടുണ്ട്. ജീവൻ പോയതിനു ശേഷം 17 വെട്ടൂടെ വെട്ടിയിട്ടുണ്ട്. അത്രയും പകയുണ്ടായിരുന്നു അയാളോട്. തിരുമേനിയെ പറ്റി പുറത്ത് അന്വേഷിച്ച് നോക്കിയപ്പോ വളരെ നല്ല അഭിപ്രായമാണ് കേട്ടത്. അത് തന്നെയാണ് സർ പ്രോബ്ലം. ഇത്രയ്ക്ക് മൃഗീയമായിട്ട് കൊല ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അയാള് ഒരു നല്ല മനുഷ്യനായിരിക്കണം സർ. ഇതിലെന്തോ കുറച്ച് നിഗൂഢതയുണ്ട് സർ.
മന്ത്രിക്ക് ഈ കൊലപാതകത്തിൽ ഇത്ര താല്പര്യം എന്താ മനസ്സിലാവാത്തത്? ശരിക്കും പറഞ്ഞ അവര് ടെൻഷനില്ല. ഈ കേസിനെ സംബന്ധിച്ച് കുറ്റവാളിയെ നമ്മൾ തേടി പോകാൻ പാടില്ല, അവരാണ് നമ്മളെ തേടി വരേണ്ടത് സർ. കറക്റ്റ്. മന്ത്രി പറഞ്ഞതുപോലെ ആരെങ്കിലും 4 പേരെ കിട്ടിയാൽ ഈ കേസ് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞ എല്ലാരും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം. ഈ വാർത്ത കുറ്റവാളിയുടെ കാതിലെത്തും സർ. വെൽ പ്ലാൻഡ് സർ. സെന്തിൽ സാറേ, ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ചെയ്യാം സാറേ. ഒയ്യോ, പോലീസാ. ഞാനങ്ങ് മുങ്ങിയേക്കാം. എന്തിനാ അവന് എന്നെ ഇടിക്കുന്നേ? പോലീസാടാ. പോലീസോ? എടാ, അയാള് പോലും അയ്യറിന്റെ കൊലപാതകത്തിന് ആളെ തേടിക്കൊണ്ടിരിക്കുക. അല്ല, ആരാ അയ്യര്? അയ്യരെ അറിയത്തില്ലേ? എടാ, കഴിഞ്ഞ മാസം മരിച്ചു പോയില്ലേ അങ്ങനെ? കേസ് ക്ലോസ് ചെയ്യാൻ പറ്റാതെ ആളെ തേടിക്കൊണ്ടിരിക്കുക പോലീസ്. ആരും സറണ്ടർ ആവുന്നില്ല. ആ കേസാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നോക്കാൻ പോലും സമയമില്ല. പിന്നെയല്ലേ നിന്നെ കള്ളുകൂടി. ഒന്ന് പോടാ. ഇവരെന്തൊക്കെയാ പറയുന്നത്? പോലീസുകാരെ നോക്കുന്നത് എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇനി നമ്മളെ പിടിച്ചോണ്ട് പോകാൻ തോന്നല്ലോ. നാട് മുഴുവൻ പൂജാരുടെ കാര്യമാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ആ അയ്യരുടെ കൊലപാതകത്തെ കുറിച്ച് കേട്ടതൊക്കെ ശരിയാണോ? അയ്യറിന്റെ മർഡർ കേസാ. പോലീസുകാരന് ഭയങ്കര ഫീലിങ്സാ. അക്യൂഷനെ കിട്ടുകയാണെങ്കിലേ പിന്നെ അടിപൊളിയായിരിക്കും. നമസ്കാരം. ഇന്നത്തെ സായാഹ്ന വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ അന്റോണി നടാഷ. അയ്യരുടെ കൊലപാതകത്തെ തുടർന്ന് പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ ഈ കൊലപാതകം നടത്തിയ 4 കുറ്റവാളികൾ പോലീസിന് മുമ്പിൽ കീഴടങ്ങി. നമ്മുടെ പ്ലാൻ സക്സസ് ആയി. 4 കൊലപാതകൾ സറണ്ടറായി. അതേ സമയത്ത് അവർ പ്രസ്സിൽ ന്യൂസും കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവർ നമുക്കൊരു വഴിവെട്ടി തന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവരെ 4 പേരെയും ആ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകും. ഞാൻ നോക്കിക്കോളാം സർ. ഉപദ്രവിക്കൊന്നും വേണ്ട. അവരെ തകർക്കേണ്ടത് മാനസികമായിട്ടാണ്. അപ്പോൾ ഈ സത്യം പുറത്തു വരൂ. ഓക്കേ സർ. ഏയ്, എല്ലാരും ഇങ്ങോട്ട് വാ. നിങ്ങൾ ഞങ്ങളെ എത്ര തല്ലിയാലും ശരി, അവനെ ഞങ്ങൾ തന്നെയാ കൊന്നത്. എന്റെ കവിത എന്നിൽ നിന്ന് പിരിച്ച പാവിയാണ് അവൻ. എത്രമാത്രം ആഗ്രഹങ്ങളോടെ, എത്രമാത്രം സ്വപ്നങ്ങളോട് കൂടി, പുതിയ ലോകം, പുതിയ മനുഷ്യർ, പുതിയ ജീവിതം എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവളുടെ മുന്നിൽ പോയി നിന്നിരുന്നത്. വളരെ സന്തോഷത്തോടെയാണ് നിന്നിരുന്നത്. അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഒറ്റിക്കൊടുത്തു മാഡം, ഒറ്റിക്കൊടുത്തു. ആ നാട്ടുകാരെ പേടിച്ച് ഞങ്ങൾ ഓടി വന്നതാ. ആ നാട്ടുകാർക്ക് ഞങ്ങളെ വീണ്ടും കാണിച്ചു കൊടുത്ത എന്റെ കവിത എന്നിൽ നിന്ന് പിരിച്ച പാവിയാണ് മാഡം അവൻ, മഹാപാവി. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവനെ വെട്ടിക്കൊന്നത്. ഇവന്മാരല്ല, ഇവര് കള്ളം പറയുവാ. എന്തായി തെരേസ, അവരെന്തെങ്കിലും പറഞ്ഞോ? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഈ കൊലയും ഇവരും തമ്മിൽ ഒരു ബന്ധവുമില്ല സർ. അക്യൂസ്ഡ് 4 പേരെ പിടിച്ചൊന്ന് പ്രസ്. മനസ്സിലായില്ലേ? അക്യൂസ്ഡിനെ കൊണ്ടുപോയി കോർട്ടിൽ ഹാജരാക്ക. പ്രതിപക്ഷത്തോട് മറുപടി പറഞ്ഞ് എനിക്ക് മടുത്തു. മാഡം, ഇപ്പോഴും അക്യൂസിനെ പിടിച്ചിട്ടില്ല മാഡം. ഇന്ന് 4 പേര് വന്ന് സറണ്ടർ ചെയ്തതല്ലേ? അതെല്ലാം ന്യൂസ് ചാനലിലും വലിയ വാർത്തയായി വന്നോണ്ടിരിക്കല്ലേ? ആ 4 പേര് വേറൊരു കേസിൽ സറണ്ടർ ആയിരുന്നു മാഡം. ആ DSP എന്തോ ഗെയിം കളിക്ക. നമ്മുടെ പവർ എന്താന്ന് അവൻ അറിയില്ല. അറിയിക്കാം. ഹലോ, പറയൂ ദിലീപേ. ആ ചെക്കന്മാരോട് കാര്യം എന്താന്ന് ചോദിച്ചാൽ അവരെ പറഞ്ഞേക്ക്. പറയൂ. അവന് 2 കാലം തല്ലുപിടിച്ച് കൂട്ടിക്കൊണ്ടുവാ. എന്താ ഇവരെന്താ ഇവിടെ? എന്താ ഡബിൾ പ്രൊമോഷൻ കിട്ടിയല്ലേ? 2 തവണ തെന്നി വീണോ നിങ്ങള്? അല്ല, 3ാമത്തെ പ്രാവശ്യം തെന്നി വീണ എവിടെയായിരിക്കും കെട്ടിടുന്നത്? നന്നാവത്തില്ലല്ലേ നീ? എന്താ ചേട്ടാ, നല്ല കലക്കാണെന്ന് തോന്നുന്നല്ലോ. എവിടെ ഇപ്പോൾ കള്ളമണലിന് വേണ്ടി വന്നാടാ. കള്ളമണലോ? എന്തായാലും ചേട്ടൻ കുറെ കാശ് വാരുന്നുണ്ട്. നടക്കട്ടെ ചേട്ടാ, നടക്കട്ടെ. എപ്പ നോക്കിയാലും അത് തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് ഇനി സറണ്ടർ ആയില്ലേ ഞങ്ങൾക്ക്? ചേട്ടാ, ഞങ്ങൾ ഓൾറെഡി സറണ്ടർ ആയി കഴിഞ്ഞു. രാവിലത്തെ ഉച്ചക്കത്തേക്കാ കഴിച്ചേ. നല്ല കാറ്റ് കൊണ്ടിരിക്കുക. സെൽഫോൺ എന്റെ അടുത്തുണ്ടല്ലോ. അപ്പൊ പോലീസ് ഫോൺ വാങ്ങിച്ചില്ലേ? എവരുടെ ഉള്ള നിങ്ങള്? എന്തോ ശരിയല്ലല്ലോ. നമ്മുടെ സർവീസിൽ ഇങ്ങനെ നടന്നിട്ടേ ഇല്ലല്ലോ. ഡേയ്, ഫസ്റ്റ് പുറത്തു നോക്കടാ. അത് ചേട്ടാ, ചുറ്റും മാന്തോപ്പാ. അത് ഏതോ ഏരിയ എന്തെങ്കിലും അറിയാമോ നിനക്ക്? എടാ, ഇതേതോ വലിയ വിഷയമാണെന്നാ തോന്നുന്നേ. ഇതേതോ നമുക്കുള്ള ട്രാപ്പാണെന്നാ തോന്നുന്നു എനിക്ക്. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം ആദ്യം. ഇല്ലെങ്കിലുണ്ടല്ലോ എല്ലാത്തിന്റെ കാര്യം പോക്കാ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ശ്രദ്ധിച്ച് വേഗം വാ.
അയ്യോ അമ്മേ. അയ്യോ അയ്യോ ഓടിക്കോ ഓടിക്കോ അയ്യോ ഏയ് ആരും കാണുന്നില്ല, ആരും ഇല്ല ഇവിടെ. സാർ എല്ലാവരും രക്ഷപ്പെട്ടു സാർ. മുത്തു നീ അങ്ങോട്ട് ഓക്കേ, പോ, സാർ. ഞാൻ ഇങ്ങോട്ട് പോവാം. സാർ കാലത്ത് ഞാൻ ടിഫൻ വാങ്ങിട്ട് വന്നപ്പോ ആരും കാണുന്നില്ല സാർ. രാത്രി തന്നെ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. അവർക്ക് രക്ഷപ്പെടാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ നിങ്ങളോട് രാത്രി തിരിച്ചു വരാൻ പറഞ്ഞത്. എന്തിൽ പറഞ്ഞത് വെച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് എങ്ങോട്ടും രക്ഷപ്പെടാനും കഴിയില്ല. അതൊരു 300 ഏക്കർ മാന്തോപ്പാണ്. അതെ സാർ, അതെ. രക്ഷപ്പെടാൻ പറ്റില്ല. പോലീസ് ചേട്ടാ 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 എന്റെ പൊന്നല്ലേ പോലീസ് നിൽക്കുന്നത്. എന്റെ ചക്കരയല്ലേ, നീ എനിക്കൊരു ഉമ്മ തന്നെ. നിക്ക്, ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. നീ ഇരിക്കണ്ട കേട്ടോ, ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. സെറ്റിൽ ആവാം. ഇവര് കൊലപാതകളല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ചേട്ടാ വയ്യടെ പോകാം. എടാ ഇപ്പൊ തന്നെ ഓടി വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. ഇനി അവരുടെ കൈ കിട്ടിയാണല്ലോ നമ്മൾ തീർന്നു. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരുടെ അടിമേടിക്കാനേക്കാൾ നല്ലത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നത്. നീ ഇങ്ങനെ ആലോചിക്ക്, അനാദിയായിട്ട് ചാകുന്നതിനെക്കാളും അടിമേടിച്ചാകുന്നല്ലേ. ആ അതെ അല്ലേ, അന്വേഷിക്കണമെന്നില്ല. അവസാനം അവര് നിങ്ങളുടെ കാൽ കീഴിൽ തന്നെ വന്ന് വീഴും. SI ദിലീപിനെയും വിജയും ഞാൻ അങ്ങോട്ട് അയക്കാം. ഏയ് മുത്തു, ഇവര് 3 പേരേ ഉള്ളൂ, ഇനി ഒരുത്തനുണ്ടല്ലോ. എന്നെ രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ സാർ പ്ലീസ്. എന്താ എന്തിനാണ് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിയേ? പറടാ. അതെ, ഞങ്ങൾ രക്ഷപ്പെടാൻ തന്നെ ശ്രമിച്ചത്. കിടന്ന് ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ മേഡത്തോട് അപ്പോഴേ പറഞ്ഞേ. നിന്നോട് എത്ര തവണ വെച്ചാ പറയുന്നേ ഞാൻ തന്നെയാ ചെയ്തതെന്ന്. സത്യം പറയുന്നോ ഇല്ലയോടാ? ഹലോ സാർ, എത്ര അടിച്ചിട്ടും അവന്മാർ സത്യം പറയുന്നില്ല സാർ. എന്താ സാർ ചെയ്യണ്ടേ? അവരെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ സാർ. മേടിക്കണം നീ. എന്താടാ ഈ കൂടുതൽ കാണുന്നല്ലോ സാർ? വണ്ടിക്കകത്തേനെ മയങ്ങി കിടക്കാണ് സാർ. രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നല്ലേ? 300 ഏക്കർ മാന്തോപ്പാണ്, അതുകൊണ്ട് നടക്കില്ല. പോകാനുള്ള വഴി ഇതാണ്, ഓടിക്കൂ. ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ നമ്മളെ കൊല്ലൂന്നാ തോന്നുന്നേ അളിയാ. അതാണ് സത്യം. ആരാ നിങ്ങളെ അയച്ചെന്ന് പറ, നിങ്ങളെ ഏർപ്പാടാക്കിയവൻ. എന്താ സാറേ, ഭീഷണിപ്പെടുത്താണോ? ഒന്നും മിണ്ടാതിരിക്കടാ, കാലിലുള്ള മുറിവൊക്കെ കണ്ടില്ലേ? നമുക്ക് വേണ്ട സത്യം പറഞ്ഞാലോടാ. കാശ് വാങ്ങിയല്ലേ? അതെ. അപ്പൊ എല്ലാം സഹിക്കണം. ഇനി എത്രത്തോളം സഹിക്കുന്നേ? ഇവന്മാരെല്ലാം വേസ്റ്റാ. മിണ്ടാതെ ഞാനങ്ങ് സറണ്ടർ ആയാലോ? ഞാൻ സത്യമല്ല പറയാ സാർ, എന്നെ വെടിവെക്കല്ലേ സാർ. നിന്നെ പറയലടാ സാർ, വെടിവെക്കല്ലേ സാർ. സാർ ഞാൻ പറയാം സാർ. സാർ വെടിവെക്കല്ലേ സാർ, ഞാൻ പറയാം സാർ. നീ ആ സൈഡിലോട്ട് പോ. നീ ആ സൈഡിൽ നോക്ക്. എവിടോ കൊതുക് തുറക്കണേ. കിട്ടിപ്പോടാ. എത്ര നേരം നീ ഓടൂടാ?
എന്റെ പൊന്നു സാറേ, പിള്ളേരെ സ്കൂളിൽ വിടാണ്ട് എങ്ങനെ പിടിച്ചു പറിക്കാം, മോഷണം നടത്താം, ആൾക്കാരെ തട്ടിക്കൊണ്ട് പോവാം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കാം. അത് മാത്രമല്ല, അമ്പലാണെന്ന് പോലും നോക്കാതെ എല്ലാവരും വിളിച്ചിട്ട് മദ്യപിച്ചിട്ട് ഒറ്റ കൊടുക്കുന്ന അല്ലേ? ഞാനൊന്ന് അകത്ത് പോയിട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് കാണിച്ചു തരാട്ടി നിനക്കൊക്കെ. ഇത് നീ ചെയ്യുന്നുണ്ടോ? പോലീസ് എവിടെയാണോ അവിടെ നിൽക്കണ അവിടെ? പ്രായത്രയായിട്ട് കിളവ രക്ഷപ്പെടാൻ നോക്കുന്നോ? പോലീസ് പിടിച്ച എല്ലാരും പറയുന്നത് ഇത് തന്നെയാ. ദിലീപേ, ജീപ്പിലോട്ട് പിടിച്ചേറ്റ്. എടോ, എത്ര നേരം എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നേ? തനിക്ക് ഞങ്ങളുടെ തല്ല് താങ്ങാനുള്ള ശേഷിയില്ല. പിന്നെ സമയം പാഴാക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് സത്യം പറ. നിങ്ങളെ ചോദ്യം ചെയ്തപ്പോ നിങ്ങൾ എന്താ പറഞ്ഞ? അവരാരും ഒരു തെറ്റ് ചെയ്തിട്ട് നല്ലവരാണെന്നല്ലേ? ഇപ്പൊ പറയടോ, എന്തിനാ കൊന്നത്? ഞാൻ കൊന്നിട്ടില്ല, ഞാൻ കൊന്നിട്ടില്ല. ഇന്ദിരവർമ്മൻ, സുന്ദരവർമ്മൻ, സുബ്രഹ്മണ്യ സ്വാമി എന്ന ഒരു ഗുരുക്കളുണ്ട് അവിടെ. അദ്ദേഹം ഓരോ അമ്പലങ്ങളായി ചെല്ലും. ഏത് അമ്പലത്തിന്റെ കലശങ്ങളിൽ ഇരടിയം ഇറങ്ങിയിട്ടുണ്ട്. പഞ്ചലോക വിഗ്രഹം എവിടെയുണ്ടെന്ന് നോക്കിയിട്ട് ഇന്ദ്രവർമ്മന്റെ അടുത്ത് പറയും. അങ്ങനെ അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങളുടെ നാട്ടിലെ മുരുകന്റെ ക്ഷേത്രം. ഇന്ദ്രവർമ്മ, വരണം വരണം, ഇരിക്കൂ സ്വാമി. മുരുകൻ ക്ഷേത്രത്തിലെ കലശത്തില് ഇറേഡിയമുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഗണപതിയുടെ വിഗ്രഹമുണ്ട്. ബാക്കിയെല്ലാം നീ നോക്കിക്കോണം, കേട്ടല്ലോ? വളരെ സന്തോഷം. സ്വാമിക്ക് വരേണ്ടത് കൃത്യമായി എത്തിച്ചോളാം. വളരെ സന്തോഷം. ഈ കാര്യം കേട്ട ഇന്ദ്രവർമ്മൻ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് വന്നു. ചേട്ടാ, എപ്പോഴും വരാത്ത ആൾ ഇന്ന് വന്നിരിക്കുന്നല്ലോ. എന്തെങ്കിലും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വരൂ നടന്നേ. ചേട്ടാ, ഇരിക്കൂ. നമ്മുടെ ജില്ലയില് 20 പുരാതന ക്ഷേത്രങ്ങൾ പുതുക്കി പണിയാൻ സർക്കാർ അനുമതി തന്നിട്ടുണ്ട്. അതില് നമ്മുടെ ക്ഷേത്രവും ഉൾപ്പെടും. അനുഗ്രഹം. എന്താ, സന്തോഷമായില്ലേ? വളരെയധികം സന്തോഷം. ദേവി വിഗ്രഹം എടുത്തോണ്ട് പോവാണല്ലോ. അയ്യോ, കലശവും വിഗ്രഹവും മോഷ്ടിക്കുന്നത് കണ്ട നമ്പൂതിരി പേടിച്ചു പോയി. ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു വഴക്കിട്ടു. ദൈവത്തിന്റെ വിഗ്രഹമാണ്, അത് എടുത്തോണ്ട് പോയി. നമ്പൂതിരി പ്രശ്നം ഉണ്ടാക്കുവാണെന്ന് ഞാൻ ഇന്ദ്രവർമ്മനോട് പറഞ്ഞു. ക്ഷേത്രം മാത്രമല്ല, വിഗ്രഹങ്ങളും പുതുപ്പിക്കണം. നമ്മുടെ ക്ഷേത്രത്തിലേത് മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും പുതുപ്പിക്കണം. അമ്പലം പുതുക്കി പണിയുന്നതിന്റെ പേരിൽ വിഗ്രഹങ്ങളും ആഭരണങ്ങളും എല്ലാം നമ്മൾ എടുത്തോണ്ട് പോവാം. ഇതില് മന്ത്രിക്കും സർക്കാരിനും പിന്നെ ദേവസ്വം ബോർഡിനും നിങ്ങൾക്കും ഷെയർ ഉണ്ട്. വീരമണി, എടുത്തോ തിരുമേനി. വേണ്ട വേണ്ട, ഈ പാവൊന്നും ചെയ്യിക്കല്ലേ, ചെയ്യിക്കല്ലേ. തിരുമേനി, എന്താ ഇത്? ഒരുമാതിരി കുട്ടികളെ പോലെ മണി മണി മണി. ഇത്രയും നാള് നിങ്ങൾ മണി അടിച്ചതല്ലേ തിരുമേനി? എടുത്തോ. ദൈവത്തിന്റെ ശാപം വാങ്ങിച്ചു കേട്ടാണോ? ദേവി ദേഷ്യക്കാരിയാണ്, അവള് വിടൂല. വേണ്ട, എനിക്ക് പണം വേണ്ട. ഇങ്ങനെയുള്ള പാവങ്ങൾ ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. നമ്പൂതിരി കാശിന് കീഴടങ്ങാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ അനിയൻ സുന്ദരവർമ്മനെ കൊണ്ട് പേടിപ്പിച്ചു. നിക്കണോ? നോക്ക്, കലശത്തിനെ കുറിച്ച് പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. തിരക്ക് പിടിച്ച് ഇതൊക്കെ ചെയ്തല്ലോ, ഇത് തെറ്റല്ലേ? മുരുക, ക്ഷമിക്കണേ മുരുക, 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 മുരുക. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണേ മുരുക, വിടരുത് മുരുക. ഇതെല്ലാം ആരോട് പറയും? വഴി വഴിയുണ്ട് മുരുക. കലശവും ശിലയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ കാരണത്തിനു വേണ്ടി ഇന്ദ്രവർമ്മനെ പോലെയുള്ള വലിയ കാശുകാരനായ ലോറി പാണ്ടിന്റെ അടുത്തേക്ക് രക്ഷിക്കണം മുതലാളി. ഇതെന്തിനാ പൂജാരി നമ്മുടെ അടുത്തേക്ക് വരുന്നത്? എന്താ അയ്യരെ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നേ? മുരുകൻ ഉടനെ രക്ഷിക്കണം, ഉടനെ നിങ്ങൾ വരണം.
എന്തായി പറയുന്നേ? മുരുകന്റെ വിഗ്രഹത്തെ മോഷ്ടിച്ചോണ്ട് പോയി. അതൊന്ന് വന്ന് അന്വേഷിക്കണം. എന്താ പൂജാരി എന്തായി പറയുന്നേ? നമസ്കാരം. എത്ര പറഞ്ഞാലും അനുസരിക്കില്ലല്ലേ? അപ്പൊ ഞങ്ങൾക്ക് തന്നെ പഞ്ചായത്തല്ലേ? ദേ നോക്ക്, നല്ല പണം തരാമെന്ന് പ്രലോഭിപ്പിച്ച് മുരുകന്റെ ക്ഷേത്രത്തിൽ നിന്നും കലശം മോഷ്ടിച്ചിരിക്കുക. അറിയാതെ സംഭവിച്ചാണെന്ന് കരുതിക്കോളാം. ഈ നാട്ടുകാരൊക്കെ അറിയുന്നതിന് മുമ്പ് ആ കലശവും ഞങ്ങളുടെ ആ വിഗ്രഹവും തിരിച്ചെങ്ങ് കൊണ്ടുവച്ചേക്ക്. എടുത്ത് തിരിച്ചു വെക്കുന്ന ശീലം ജീവിതത്തിൽ ഇതുവരെ ഇല്ല, നടക്കില്ല. തനിക്ക് വേണമെങ്കിൽ ഇവന് തിരുമേനിക്ക് എത്ര പേർക്ക് വേണമെങ്കിലും തരാം. അത് വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോവാൻ നോക്കും. അതല്ല ചേട്ടാ, കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. മര്യാദക്ക് തരുന്നതും വാങ്ങിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക. നിങ്ങൾ ആരാ എന്താന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ ചേട്ടാ. ഇത് ഞങ്ങളുടെ കുലദൈവമാണ്. ഞങ്ങൾ യാചിക്കുക, ദൈവം ഇത് തിരിച്ചു ഒന്നും ഉണ്ടായിരിക്കോ? ആരോടത്ത് എന്താണോ സംസാരിക്കുന്നേ? വേണ്ട ചേട്ടാ. ഒന്നും ഉണ്ടായിരിക്കോ? നീ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ്. നീ എവിടെ വന്നിരിക്കുന്ന അറിയോ? ഇത് എന്റെ സ്ഥലം. എന്താണോ നോക്കുന്നേ? എന്റെ കെട്ടിയുള്ള IAS പഠിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഈ നാടിന്റെ കളക്ടർ ഞാനാ. മര്യാദയായിട്ട് പറയാ, ഈ അമ്പലത്തിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ മര്യാദയ്ക്ക് അകത്ത് വെച്ചോ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരുത്തനെ ഇവിടുന്ന് ജീവനോടെ പോവില്ല. കാണണോ? രക്തം. അയ്യോ, വെടിവെച്ചല്ലോ. അവര് കൊന്നല്ലോ. ഞങ്ങളെ എതിർക്കുന്നവന്റെ അവസ്ഥ ഇതാ, മനസ്സിലായോ? സംസാരിച്ചോടിക്കുമ്പോ എന്തിനാണോ വെടിവെച്ചത്? അയാൾ എത്ര വലിയ ആളെന്നറിയാവോ? ഇവരെ കൊന്നല്ലോ. അയ്യോ, അയ്യോ. എന്താ ചിരിച്ചോണ്ടിരിക്കുന്നേ? രണ്ടും ചത്തത് അറിയാൻ പാടില്ല ആരും. രണ്ടെണ്ണത്തിന് പാക്ക് ചെയ്യടാ. തിരുമേനി എവിടാ? എടാ സുന്ദര, അയ്യരെവിടുന്ന് ഓടിപ്പോയെന്ന് തോന്നുന്നു. വാടാ, കൊന്നളേ അവനെ. ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ TV ചാനൽ മാത്രമേ പറ്റൂ. അക്രമം നടന്നു, ഇതിനൊരു നീതി വേണം. അയ്യോ, ന്യൂസ് കിട്ടിയേ. എടാ വാടാ, എവിടെ പോയാലും വിടില്ലടാ ഞാൻ നിന്നെ. ഇതൊന്നും വാടാ അല്ല. താൻ എവിടെ ഓടുകയോ വിട്ടിട്ട് നിന്റെ കൂടെ ഇരുന്ന് പൂജ ചെയ്യണോ? ഞാൻ നിന്നെ കൊല്ലാൻ തന്നെയാടാ വന്നത്. നമ്പൂതിരി മരിച്ചതിന് ശേഷം എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എന്നെ ഇന്ദ്രവർമ്മൻ വിളിച്ചത്. നമസ്കാരം. വരണം ട്രസ്റ്റി സാർ. അറിയേട്ടാ. ട്രസ്റ്റി സാർ, നമ്മുടെ DSPക്ക് സ്റ്റേഷനിൽ ഭയങ്കര പ്രഷറാണ്. അങ്ങേർക്ക് തിരുമേനിയുടെ കൊലക്കേസ് വലിയ തലവേദനയായിരിക്കുക. പ്രസ്, മീഡിയ, ജനങ്ങള് ആള് വല്ലാത്ത ടെൻഷനില്ല. ആ കേസില് ഏതെങ്കിലും ഒരു 4 പേരെ കിട്ടിയെന്ന് വെച്ചോ, അവന്മാരുടെ തലയിൽ കെട്ടിവെച്ച് കേസ് ക്ലോസ് ചെയ്യാന്നാ പറയുന്നത്. അതുകൊണ്ട് ട്രസ്റ്റി ഒരു കാര്യം ചെയ്യേ, ഒരു 4 പേരെ റെഡിയാക്ക്. ഞാനോ? നിങ്ങൾ തന്നെ, വേറെ ആര്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? അയ്യോ, ഇയാളുടെ ഒരു കാര്യം. ട്രസ്റ്റി സാർ, നടന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കും പങ്കുണ്ട്. ഞാനിതുപോലെ ചെയ്തിട്ടില്ല ചേട്ടാ. എന്റെ പിള്ളേരെ പല കേസിലും അകത്ത് കിടന്നിട്ട് വന്നവരാ. അവരുടെ പേര് കൊടുത്താൽ അത് പിന്നീട് പ്രശ്നമാവും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു 4 പേരെ പറഞ്ഞേക്കുന്നേ. അവർക്ക് അതിനെന്താന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാലോ. മടിക്കാതെ എടുക്ക് സാറേ. വേറെ വഴിയില്ലാതെ കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന റൗഡിയായ പരമനെ കാണാൻ പോയി. ചേട്ടാ, എന്താ മാറ്റർ? അന്വേഷിച്ച് ആരോ വന്നിട്ടുണ്ട്. അങ്ങോട്ട് മാറിയിരിക്കടാ. അങ്ങോട്ട് മാറാ, ഇത് ബിസിനസ് നടക്കുന്ന സ്ഥലമല്ലേ? നീയാണോ ധർമ്മൻ? എന്താ മാറ്റർ?
ഏയ് മാറിയിക്കളെ. എന്താ കൊലപാതകം തന്നെയല്ലേ? അതെ സാർ. 4 പേര് സറണ്ടർ ആവണം. അതെ അതെ. അതിനു വേണ്ടി തന്നെ കാതിൽ വന്നിട്ട് രഹസ്യം ഓതുന്നേ. 10 ലക്ഷം ആവും. 10 ലക്ഷം? എന്താ 10 ലക്ഷമോ? ശരി, നീ അകത്ത് നോക്കൂ. നിനക്ക് പറ്റില്ലല്ലേ? പിന്നെ അല്ലാതെ ഇപ്പൊ ഒരാളെ തീർക്കണമെങ്കിൽ 5 ലക്ഷത്തിൽ നിന്നിരിക്കും. സറണ്ടർ ചെയ്യണമെങ്കിൽ 10 എന്തായാലും ആവും. നമ്മുടെ ഡീൽ ഇതാണ്. ഓക്കെ ആണെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ വിട്ടോ. ഇപ്പൊ 5 അഡ്വാൻസ് കൊടുത്തേക്ക്, പിന്നെ 5 കാര്യം കഴിഞ്ഞിട്ട് മതി. കിട്ടിയല്ലോ. ഈ കാര്യം പുറത്താരും അറിയില്ലല്ലോ. എന്റെ തല തന്നെ പോയാലും ഒരു വിവരം പോലും പുറത്തു പോവില്ല. ഇതെല്ലാം നിങ്ങളുടെ പ്ലാനാണെന്ന് അറിയാതെ ഞങ്ങൾ തന്നെ വന്ന് കുടുങ്ങി. ക്ഷേത്രത്തിലെ കലശവും വിഗ്രഹവും മോഷ്ടിച്ചിരിക്കുന്നു. അത് കണ്ട പൂജാരിയെ മനസാക്ഷിയില്ലാതെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. കുറച്ച് കാശിന് വേണ്ടി കൊലയാളിക്ക് ഇത്രയും വലിയ സഹായവും ചെയ്തിരിക്കുന്നു. ആ തിരുമേനി തരണം എന്ത് പാവോടെ ചെയ്തു. കാശിന് വേണ്ടി പാവം ചെയ്തു പോയി സാർ, പാവം ചെയ്തു പോയി. നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാം സാർ. ഞാൻ വേണമെങ്കിൽ അപ്രൂവറായി മാറിയേക്കാം സാർ. സാർ, ധർമ്മകർത്തയെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അറസ്റ്റ് വാറന്റ് വാങ്ങിയിട്ട് വരാം സാർ. ഇമ്മീഡിയറ്റ് അത് ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. ആ പറയേട്ടാ. എന്താടോ താനെന്തൊന്നും അറിയാത്ത പോലെ? മുൻകൂർ ജാമ്യം എടുത്തോ ഇല്ലയോ? ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. തനിക്കൊക്കെ വലിയ വക്കീലാണെന്ന് പറഞ്ഞു നടക്കാൻ നാണമില്ലടോ. എന്റെ പൊന്നേട്ടാ ദേഷ്യപ്പെടല്ലേ, നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ ശരിയാക്കാം. ദേഷ്യപ്പെടാതിന്. ആ 4 പേരെയും കോടതി ഹാജരാക്കാതെ അവന്റെ കസ്റ്റഡി വെച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എവിടെയോ എന്തോ പന്തികേടുണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നീയാ പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അമ്പലം ട്രസ്റ്റ് ചെയ്യാൻ ഒരു പൊക്കിയില്ലേ? അടുത്തത് ആരായിരിക്കും? ഗുഡ് ജോബ്, വെൽ പ്ലേഡ്. എന്താ വേണ്ടേ? നിന്നെ. പിന്നെ പിന്നെ നിന്റെ അനിയനെ, നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും. വാറണ്ട് ഉണ്ടോ? ഇവനിത് എങ്ങനെ ഒപ്പിച്ചടാ? അപ്പൊ പോയാലോ? ഓ, ഇത് വല്ലാത്തൊരു പണിയായി പോയല്ലോ. നീ തന്നെ വണ്ടി കയറുന്ന നല്ലത്. ഞാൻ ആരാന്നറിയോ എനിക്ക്? എന്നടാ ആരാടാ നീ? എന്താ നിന്റെയൊക്കെ വിചാരം? വെൽക്കം മിസ്റ്റർ ഇന്ദ്രവർമ്മൻ. എന്റെ ആരംഭം തൊട്ട് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് വരെ എല്ലാം നീ കാരണമാടി. നിന്നെ വെറുതെ വിടില്ല. മോശം ആൾക്കാർക്ക് ഞാൻ എപ്പോഴും ശത്രുവാണ്. എന്താടാ? ഏയ് DSP, എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് നീ എന്നോട് കളിക്കാൻ നിൽക്കല്ലേ? എന്താടാ ഇത് നിന്റെ സ്ഥലം വിചാരിച്ചോ? ഇത് പോലീസ് സ്റ്റേഷനാ. കൂടുതൽ ഒച്ച വേണ്ട. പറഞ്ഞ മനസ്സിലാവില്ലേ? അവിടെ പോയിരിക്കണം. ചേട്ടാ എന്താ പറ്റിയേ? കൗൺ എത്ര ചുമന്നിരിക്കുന്നു? എന്താടാ? ഒന്നുമില്ല. ദിലീപ്, കോർട്ടിൽ കൊണ്ടുവരേണ്ട വണ്ടി അറേഞ്ച് ചെയ്യേ. ഓക്കെ സാർ. മോശം ആൾക്കാർക്ക് ഞാൻ എപ്പോഴും ശത്രുവാണ്. സത്യസന്ധനായ DSP, സത്യസന്ധനായ ഇൻസ്പെക്ടർ. അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ എന്റെ ചേട്ടനെ കൂടെ പൊക്കി നിങ്ങൾ വിടത്തില്ല ഞാൻ. എന്താടാ നീ എന്നെ വിടത്തില്ലേ? നീ ആരാണെന്നോ ആരുടെ ബാക്കിലോട്ടാണ് സംസാരിക്കുന്നോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. നീ ആരായാലും ഈ കേസിന് രക്ഷപ്പെടില്ല. നോക്ക്, ഞാൻ പറഞ്ഞിട്ട് തന്നെ ചെയ്യാം. നിങ്ങളുടെ ആളുകൾ ഓരോരുത്തരായിട്ട് ചാവും. കാണുന്നോ? ആദ്യത്തെ വിളി നീ നാളെ കേൾക്കും. പോയി തരത്തി കളിക്കടാ, പോടാ. നിനക്ക് വെച്ചിട്ടുണ്ടോ? നമസ്കാരം. അയ്യരുടെ കൊലപാതകത്തിൽ മുഖ്യ സാക്ഷിയായ അപ്രൂവർ മുരുകൻ ക്ഷേത്രത്തിലെ ധർമ്മകർത്ത രാമസുബ്രഹ്മണ്യം ഇന്ന് പുലർച്ചെ 3 മണിക്ക് കറന്റ് ഷോക്കേറ്റ് മരിച്ചു.
മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ കേടായ വൈദ്യുതി കമ്പിയിൽ തൊട്ടതിനെ തുടർന്ന് ഷോക്കടിച്ച് മരിച്ചെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഈ വാർത്ത അറിഞ്ഞ ജനങ്ങളും ഈ കേസിന്റെ അന്വേഷണത്തിലുള്ള DSP പ്രഭാകറും ഈ നിഗമനത്തിൽ തൃപ്തരല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സാക്ഷി പറയാൻ പോവാല്ലേടാ നീ, അത് ഞങ്ങൾക്കെതിരെ. ഒന്ന് കളയൂടോ ഞാൻ നിന്നെ. അവിടെ പോയി തപ്പടാവനെ. എടാ വേര് വാടാ. ശരിട്ടാ വാ. സാറേ, ഈ ഏറിയലിന്റെ പുറകെ ഒരു 10 പേര് വെട്ടാൻ വന്നു സാറേ. ഞങ്ങളുടെ ഏറിയ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സാറേ. അവരെല്ലാരും വലിയ ആളുകളാ. ധർമ്മത്തെ പോലും ജയിലിൽ വെച്ച് കൊന്ന് നിന്നെയൊക്കെ വെച്ചേക്കത്തില്ലെന്ന് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞു സാറേ. ഈ കേസ് നിന്നെ ഒഴിവാക്കും സാറേ. അപ്പൊ ഞങ്ങൾക്കൊന്നും ജീവനില്ലേ? നീക്ക് എന്തിനാ സാക്ഷി പറയാൻ പറയുന്നേ? ഒന്ന് തന്നാലല്ലോ. സെന്തിൽ, താൻ ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ തന്റെ കൂടെ ഉണ്ട്. തനിക്കൊന്നും സംഭവിക്കില്ലേ. എന്താ ഇപ്പൊ പറ. ഞാനുണ്ട്. ശരി വാ. അനിയ 2 ചായ എടുക്ക്. മോനെ ശർക്കരയിട്ട് 2 ചായ. എന്താ മോനെ അങ്ങനെ നോക്കുന്നേ? ഹെൽത്ത് മുഖ്യമല്ലേ? വലിയ ഫുട്ബോൾ പ്ലെയറാ ഞാന്. ചേച്ചിയെ എന്തിനാ അങ്ങനെ ചിരിക്കുന്നത്? ഫുട്ബോൾ പ്ലെയർ, ഹെൽത്ത് പ്രധാനം, ശർക്കര വരെ. ചേച്ചി നല്ല ചിരിയാ നിങ്ങളെ. ഞാനൊക്കെ ചിരിച്ചിട്ട് ഒരുപാട് നാളായി. ഹസ്ബൻഡ് ഒരു സത്യസന്ധനായ പോലീസായിരുന്നു, പക്ഷെ കൊന്നു കളഞ്ഞു. നമുക്കൊരു ദിവസം അങ്ങനെ തന്നെ വരും. ചേച്ചിയെ അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ ലേഡി സിംഹം അല്ലേ? നിങ്ങൾക്കൊക്കെ ഒന്നും സംഭവിക്കില്ല. മോനെ ഈ ചായ നല്ല സ്വയംവര ചായ ആയിരുന്നു.
അയ്യോ ചേച്ചി ചേച്ചി വേണ്ട വേണ്ട ചേച്ചി 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 അയ്യോ ഇവനെ കൊന്നേക്കാ ചേട്ടാ. DSP-യോട് പറയാൻ ആള് വേണ്ടേ? പോക്ക് ഓരോരുത്തരായി തീർക്കാം. അയ്യോ എടാ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് നോക്ക് ചേച്ചി ചേച്ചി ഒന്നുമില്ല ഒന്നുമില്ല ചേച്ചി ചേച്ചി പറയാ ചേച്ചി ചേച്ചി സംസാരിക്ക ചേച്ചി. ശവത്തിനാണോ വെട്ടാൻ പോകുന്നത്? വണ്ടി കയറാം. ചേച്ചി നിങ്ങളെ വെടുത്തലാടാ ഞാൻ. ചേച്ചി ചേച്ചി നോക്ക് ചേച്ചി ചേച്ചി നോക്ക് ചേച്ചി. സാറേ സാറേ കുട്ടി സാറേ സാറേ ചേച്ചി ചേച്ചി കുട്ടി സാറേ സാറേ ചേച്ചി നോക്ക് ചേച്ചി ചേച്ചി കണ്ണു തുറന്ന് നോക്ക് ചേച്ചി 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 ചേച്ചി. നീതിക്ക് ന്യായത്തിനും വേണ്ടി നിൽക്കുന്നവർക്ക് ചേച്ചി നോക്ക് ചേച്ചി. ഇതാണ് സമ്മാനം അല്ലേ? നിങ്ങൾ എന്നെ വിട്ടിട്ട് നിന്നെയൊന്നും വെറുതെ വിടില്ലടാ. നമസ്കാരം. അയ്യരുടെ കൊലപാതക കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ തെരേസ മാനസിക വിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്തു. ജോലിയുടെ സമ്മർദ്ദം മൂലം തെരേസ ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനം. കണ്ടില്ലേ സാറേ ന്യൂസ്? ടിവിയിലും പേപ്പറിലും ഒക്കെ എന്താ ഇട്ടിരിക്കുന്നെന്ന് കണ്ടില്ലേ? തെരേസ ചേച്ചി ആത്മഹത്യ ചെയ്തെന്നാ. എന്റെ ഈ കൈ കടന്നല്ലേ സാർ ജീവൻ പോയത്? അവർ കുത്തി എന്റെ കൺമുമ്പിലല്ലേ കൊന്നേ? നിങ്ങളും കണ്ടതല്ലേ സാറേ ആത്മഹത്യ? സാറേ പണം ഉണ്ടെങ്കിൽ നിയമം വിലക്ക് വാങ്ങാം അല്ലേ സാറേ? ഇതൊക്കെ കണ്ട മേളിലുള്ള അംബേദ്കർ പോലും കരയും സാറേ. എന്താ സാറേ പാവപ്പെട്ട ജനങ്ങളെ പോലും ഇവർ നായെ കൊല്ലുന്ന പോലെ കൊല്ലുക സാറേ. നിങ്ങൾ നല്ല പോലീസ് അല്ലേ സാറേ? പിന്നെ എന്താ അവരെ വെടിവെച്ച് കൊല്ലു സാറേ. സെന്തിൽ, നിങ്ങൾ ദേഷ്യപ്പെടുന്നതിലും പറയുന്നതിലൊക്കെ ന്യായമുണ്ട്. നമ്മൾ അവരെ പോലെ നീതിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ കേസും ജനങ്ങളുടെ പ്രശ്നമാക്കണം. ഈ വിഷയം മീഡിയ മുഖേന ജനങ്ങൾക്കിടയിൽ എത്തിക്കണം. ഒരുപാട് ചാനലുകൾ അവരുടെ കൈക്കുള്ളിലാണെങ്കിലും ചില നല്ല കാര്യങ്ങൾ എടുത്തു കാണിക്കാനായി കുറച്ച് ചാനലുകളൊക്കെ ഉണ്ട്. അവർ മുഖേന നമ്മൾ ഈ പ്രശ്നം ജനങ്ങൾക്കിടയിൽ എത്തിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലും നല്ല ആളുകളുണ്ട് സാറേ. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. സെന്തിൽ, ഇവിടെ വേണ്ട, ഞാൻ പറയുന്നിടത്ത് കൊണ്ടുവന്നാ മതി. ശരി സാറേ. ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെ താങ്ക് യു. JTVയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായ അയ്യരുടെ കൊലപാതക കേസിന്റെ 13-ാം തീയതിയിലെ വിചാരണയെ തുടർന്ന് ഇന്നാണ് വിധി തീരുമാനിക്കുന്നത്. കുറ്റം ചുമത്തപ്പെട്ട ഇന്ദ്രവർമ്മൻ പിന്നെ അയാളുടെ അനിയൻ സുന്ദരവർമ്മൻ ഇവർ രണ്ടുപേരും മന്ത്രിയുടെ ബിനാമി ആയതുകൊണ്ട് പണത്തിന്റെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് തന്റെ ഭാഗത്താണ് നീതി എന്നുള്ള രീതിയിൽ വിധി മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണെന്നും ഇപ്പോൾ നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. വരൂ, എല്ലാവരും കാണൂ. കുറ്റവാളികളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ സത്യമാണോ അതോ കെട്ടുകഥകളാണോ? നാട്ടിലുള്ളവര് അങ്ങനെ തന്നെ പറയുന്നു. കള്ളമാണോ സത്യമാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ആരാ ഭരണത്തിൽ വരേണ്ടതെന്ന് കാശാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ വിധി എന്താണെന്നതും കാശ് തന്നെ തീരുമാനിക്കുക. നമുക്ക് കാത്തിരുന്ന് കാണാം. നാണിക്കുന്നു. ഞാനെന്താ പുറത്തുള്ള ആളുകളാണോ? ഫോണിൽ കണ്ടില്ലേ? ഒന്ന് പോയി നോക്ക്. പതി കറിയോ? ഇതാരാ ഈ സമയത്ത്? ഓ, ഇവനായിരുന്നോ? പറഞ്ഞോ. എന്താ നാടകം കളിക്കുവാ? അയ്യറിന്റെ കൊലയ്ക്കുള്ള ആധാരം തേടുവാണോ? ഇതാ നോക്കിക്കോ, ഈ പ്രോഗ്രാം ആയിരിക്കും നിന്റെ ചാനലിന്റെ അവസാനത്തെ പ്രോഗ്രാം. മര്യാദക്ക് ന്യൂസ് മാറ്റിക്കോ. മനസ്സിലായി കാണുമല്ലേ? ഇവനെന്താ പറയുന്നത്? എന്താ സംഭവം അറിയില്ലല്ലോ. ഇന്ദ്രവർമ്മനെ പറ്റി എന്തിനാ സമീപിക്കൊണ്ടിരിക്കുന്നത്? അത് പിന്നെ പറഞ്ഞോളൂ സർ. അയ്യരുടെ കൊലപാതക കേസിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയും പണത്തിന്റെ സ്വാധീനം കൊണ്ടും അധികാരം ഉപയോഗിച്ചും നീതി അവരുടെ ഭാഗത്താകാൻ ശ്രമിക്കുന്നു സർ. പോലീസ് ഈ വാർത്ത ജനങ്ങളെ അറിയിച്ച് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സഹായം ചോദിച്ചു സർ. അത്രേ ഉള്ളൂ. നന്നായിട്ട് ചെയ്തേക്ക്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. സത്യം പറയും പ്രോഗ്രാമില് ഈ കണ്ടന്റ് എന്നെ വീണ്ടും ടെലികാസ്റ്റ് ചെയ്തേക്ക്. എല്ലാ ജനങ്ങളിലേക്കും ഈ ന്യൂസ് എത്തിച്ചേർന്നിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടിയേ പറ്റൂ. എടാ, എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ചാനൽ നടത്തി വാദപ്രതിവാദവും കോപ്പും ഒക്കെ നടത്തുമല്ലേ നീ? മറന്നുപോയോടാ, നിന്റെ റിപ്പോർട്ടറുടെ കൊലപാതകത്തിലെ പ്രധാന കുറ്റവാളി നീയാ. ഇതിന്റെ കോപ്പിയാണ് നിന്റെ അടുത്തുള്ളത്.
ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലാണ്. ഇതുകൊണ്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടാൻ പോകുന്നില്ല. പൂങ്കുഴലി, 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 പൂങ്കുഴലി. പൂങ്കുഴലി, വേണ്ട, ഒളിപ്പിട്ടേക്ക്. വരൂ സാറേ. JTയുടെ ഏറ്റവും വലിയ ചീഫ് റിപ്പോർട്ടർ അല്ലേ ഇപ്പൊ നിന്റെ പെണ്ണുമ്പോൾ എന്റെ കയ്യിലും. ആവശ്യമില്ലാത്ത കാര്യത്തെ തലയിട്ട് എന്താ നടക്കും നിനക്ക് മനസ്സിലാവണമല്ലോ. മർഡറാണ്. ചേട്ടാ പറഞ്ഞോ. കൊന്നു ഏട്ടാ. അവനെയോ അതോ അവളെയോ? രണ്ടെണ്ണത്തിനെയും. എന്നെ എതിർത്ത എന്താവും? എങ്ങനെയോ രക്ഷപ്പെട്ടു. ഹരിചന്ദ്രൻ സത്യസന്ധൻ ചത്ത് തോലക്കടാ നായിന്റെ മക്കളെ. നിന്റെ റിപ്പോർട്ടുടെ കൊലപാതകത്തില് പ്രധാന കുറ്റവാളി നീയാ. നിന്നെ എങ്ങനെ ഒതുക്കണോന്ന് എനിക്കറിയാം. ഒരു നല്ല മനുഷ്യനെ കണ്ണിച്ചോരയിലാടെ കൊന്നു കളഞ്ഞിട്ട് ആത്മഹത്യയാണെന്ന് വിശ്വസിപ്പിച്ചല്ലോടാ. നീ പറഞ്ഞ പോലെ ഞാനും കുറ്റവാളി തന്നെയാ. പക്ഷേ നിന്നെ വിടില്ലടാ. ഏയ്, നീ പറഞ്ഞതുപോലെ ടെലികാസ്റ്റ് ചെയ്തിരിക്കില്ലടാ. പറ്റുമെങ്കിൽ തടുത്തു നോക്കടാ. റിപ്പോർട്ടർ ഇത് പേടിപ്പിക്കാനല്ലേ പറഞ്ഞേ? ചുമ്മാ അവനെ കൊന്നും കളഞ്ഞല്ലോ. അയ്യോ മുതലാളി, എന്തിനാ പേടിക്കുന്നേ? ഞങ്ങളെ എതിർത്താലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. കുടുംബത്തെ തന്നെ കൊന്നിട്ട് ആത്മഹത്യയാണെന്ന് വിശ്വസിപ്പിച്ചല്ലോടാ നിന്നൊക്കെ. അയ്യോ മുതലാളി, അവര് രണ്ടുപേരും സൂയിസൈഡ് അല്ലടാ മുട്ടെ. അങ്ങനെ ആയിരിക്കില്ലേ നാളത്തെ ന്യൂസ്. അങ്ങിട്ടേക്ക് വാടാ. ഇട്ടേക്കാടാ. നിന്നെ പോലുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ അവസരം വിട്ടാ വേറെ അവസരം കിട്ടത്തില്ലടാ. ഇപ്പൊ ഞാൻ ആരാണെന്ന് കാണിച്ചുതരാടാ. നമസ്കാരം. കുറച്ചു നാളുകളായിട്ട് പ്രധാന ചർച്ചാ വിഷയമായ അയ്യരുടെ കൊലപാതക കേസിന്റെ വിധി ഇനിയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അറിയുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ ഇന്നത്തെ പ്രധാന അതിഥി അയ്യ തീപ്പൊരി ശ്രീ സുബ്രഹ്മണ്യ സാറിനോട് ചോദിച്ചറിയാം. ഈ വിധി എനിക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെളിവുകൾ DSP പ്രഭാകരൻ കളക്ട് ചെയ്ത് നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പല വലിയ കക്ഷികളും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സത്യസന്ധത നമ്മൾ അഭിനന്ദിക്കണം. ഉറപ്പായും കുറ്റവാളികൾക്ക് വധശിക്ഷ തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കാം. നിങ്ങൾ പറയൂ. സഖാവ് പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവർക്ക് രക്ഷപ്പെടാൻ യാതൊരുവിധ വഴികളും ഇല്ല. നിങ്ങൾ പറയുന്നത് നോക്കിയാ DSP ആണ് ഇത് തീരുമാനം എടുത്താണല്ലോ പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ കോടതിയും ജഡ്ജിയൊക്കെ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? തത്സമയം ജഡ്ജി അദ്ദേഹം ഇപ്പോൾ കോർട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കേസിന്റെ വിചാരണ തുടങ്ങും. ഞങ്ങളും ജനങ്ങളും തികച്ച ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കോടതി വിധി പ്രഖ്യാപിച്ചു. അയ്യരുടേത് ആത്മഹത്യയെന്ന് കോടതി. ഇന്ദ്രവർമ്മനും സുന്ദരവർമ്മനും മോചിതരായി. വിധി പ്രസ്താവനയിൽ പറയുന്നത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത അസുഖങ്ങൾ മൂലവും കുടുംബ പ്രശ്നങ്ങളും കാരണമാണ് അയ്യർ ആത്മഹത്യ ചെയ്തതെന്നാണ്. ഈ ആത്മഹത്യയുമായി ഇന്ദ്രവർമ്മനോ സുന്ദരവർമ്മനോ യാതൊരു ബന്ധവും ഇല്ലാത്തതിനാൽ അവരെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഇതായിരുന്നു കോടതി വിധി പ്രസ്താവന. അതെ, എന്തൊരു തീരുമാനം ഇത്? ഞങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ. എന്തൊരു തീരുമാനമാണെങ്കിലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് നമ്മുടെ ഒരു കടമയാണ്. കോടതിയുടെ തീരുമാനമല്ലേ അത്? പ്രതീക്ഷിച്ചതേയില്ല. അവന്മാര് തോറ്റു തൊപ്പിയിട്ടമ്മായി. നമ്മള് ജയിക്കില്ലെന്ന് അവന്മാര് കരുതിയേ.
ഇപ്പം മനസ്സിലായി കാണും. അതൊക്കെ വിട്ടേക്ക് ഇന്ദ്ര. കാശ് വീശിയാ കിട്ടാത്ത നീതിയുണ്ടോ? സ്നേഹമുള്ള മന്ത്രിക്ക് നമസ്കാരം. വരൂ വരൂ ന്യായാധിപൻ. ഇരുന്നോളൂ. വേണ്ട വേണ്ട, സാരമില്ല. കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ. നാളെ അയ്യരുടെ വിധി പറച്ചിലല്ലേ? അതേ മേഡം. എടുത്തു കൊടുക്ക. ശരിയല്ലേ? ശരി മേഡം, എപ്പോഴും ചെയ്യുന്നതല്ലേ. അവിടുന്ന് പറഞ്ഞ പോലെ വിധി നടപ്പാക്കാം. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സ്വീറ്റ് എടുത്തോ. അയ്യോ, മധുരമുള്ളതൊന്നും വേണ്ട. മധുരം തിന്നാ കോർട്ടിലേക്ക് പോകുന്നതിന് പകരം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഷുഗർ കൂടുതലാണ് മേഡം. സസ്പെൻസ് വേണ്ട, കാര്യം എന്താണെന്ന് തുറന്നു പറഞ്ഞാ. ഇത് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്കുള്ള സമ്മാനമായി കണ്ടാ മതി. വളരെ സന്തോഷം. ഞാനുള്ളിടത്തോളം നീ എന്തിനാ ഭയക്കുന്ന ഇന്ദ്ര? ഈ മുഖ്യമന്ത്രി ഉള്ളപ്പോ നീ ഒന്നിനും പേടിക്കണ്ട. ശരി ഇന്ദ്ര, ഇത്തരം കേസുകൾ ഇനി കോർട്ടിലേക്ക് വരരുത്. അതിനു മുമ്പേ തീർത്തു കളയണം. മനസ്സിലാവുന്നില്ലേ? ഇനി ഇതുപോലൊന്നും ഉണ്ടാവില്ല. ശരി ഇന്ദ്ര, ഞാൻ നോക്കിക്കോടാ. അല്ല DSP സാറേ, തോറ്റുപോയാ മോന്തൊന്ന് കാണണ്ടേ? അല്ലടാ, ഏറിയിരിക്കടാ. ഇട്ടേച്ച് പോയേക്കും നിന്നെ. തറപ്പിക്കുന്നുണ്ടല്ലേ അവൻ. ഇവനെ അന്നേ കൊന്നു കളഞ്ഞിരിക്കണോടാ. സാറേ പോക്കോ പോക്കോ, ഇനിയിപ്പോ പിന്നെ കാണാവേ. ചേട്ടാ 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 എന്താടാ? എന്താ ചേട്ടാ? സുന്ദരവർമ്മ ചേട്ടനെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഫോൺ വിളിച്ചിട്ട് അങ്ങേര് എടുക്കുന്നില്ല ചേട്ടാ. എന്താ പറ്റിയെന്ന് നോക്കിയേട്ടാ. അങ്ങനെയാണോ? എന്താടാ, റിങ് പോകുന്നുണ്ടല്ലോ, എന്നിട്ട് എടുക്കുന്നില്ല. അറിയില്ലേട്ടാ, ഒന്നുകൂടെ നോക്കേട്ടാ. ഇവനെന്താ ഫോൺ എടുക്കാത്തെ? ഇനി അടിച്ച് ഫിറ്റ് എവിടെയെങ്കിലും കിടന്നോ, അതോ വല്ല പ്രശ്നത്തിലും പോയി ചെന്ന് ചാടിയോ? എടാ, നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ പിള്ളേരോടൊക്കെ വിളിച്ച് കാര്യം പറയും. അങ്ങനെ തന്നെ ചെയ്യാം. ചേട്ടോ, എന്താട്ടാ ഇങ്ങനെ ആയിപ്പോയല്ലോ? ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചായിരുന്നാ? പണമും പാവവും ഒക്കെ ഒരുപാട് സമ്പാദിച്ചാ ഇങ്ങനെ തന്നെ സംഭവിക്കും. കള്ള രാഷ്ട്രീയം, പിറ്റ് പോക്കറ്റ്, ഇലക്ഷൻ റിസൾട്ട് മാറ്റുന്നത്, തീർപ്പ് മാറ്റുന്നത്, ഈശ്വരനെ തന്നെ കടത്താൻ തുടങ്ങിയല്ലേ? പണത്തിന്റെ ആർത്തിയല്ലേ? ഈശ്വരന്റെ കോപത്തിനെക്കാട്ടിലും സാമാന്യന്റെ കോപം കൂടുതലേ. നോക്കുക, വേദനിക്കുന്നുണ്ടോ? എത്ര പേരെ കരയിപ്പിച്ചിട്ടുണ്ടാവും. എന്റെ മുന്നിൽ വെച്ച് തന്നെ ഒരുപാട് പേരെ കൊന്നതല്ലേ? കരഞ്ഞോ കരഞ്ഞോ കരഞ്ഞോ. ഹലോ, കേറിയോ? ഹലോ, അടിച്ചു കിണ്ടിയായോ? ആരടാ നീ? ഹനീനെ കാണണോ? ആരടാ നീ? പുറകിലേക്ക് വായേ. എവിടെയാടാ നീ? തോന്നരുതടാ. നീ വരണവടാ, അതിനല്ലേ ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നേ. വാ വാ. സുന്ദര, വേഗം എത്തിയില്ല. മുത്തിന് മുത്തുപോലെ, സ്വത്തിന് സ്വത്തുപോലെ,
ചേട്ടനൻ വളർന്നു വന്നില്ലേ മണ്ണിന് മണ്ണ് പോലെ. രണ്ടുപേരും പോകാൻ പോകുന്നു മണ്ണിന് മണ്ണോടെ. ചേട്ടോ സുഖമാണോ? അടിച്ച് കിണ്ടിയായിരുന്നല്ലോ. അടിച്ചതിന് നിന്റെ കഥ കഴിഞ്ഞ് ഒന്ന് അട്ടങ്ങടാ. എല്ലാരും ചിരിച്ചുകൊണ്ടേ കൊല്ലുമല്ലേ? ഞാനതിനെ ചിരിച്ചുകൊണ്ട് നിന്നെ കൊള്ളാം നോക്കുന്ന. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു ചേട്ടാ. എന്തിനാ ഓർമ്മേട്ടാ? രക്തം പോകുന്നത് കണ്ട നല്ല രസമുണ്ട് ഏട്ടാ. എന്താട്ടാ അങ്ങോട്ട് നോക്കുന്നേ? ഓ അനിയനല്ലേ, സ്നേഹമുണ്ട്. എന്താട്ടാ അനിയനെ തല തൂങ്ങി കിടക്കുന്നേ? നീ എന്താ അഴിഞ്ഞു പോകുന്നേ ചേട്ടോ? നോക്കടാ എന്തൊരു സ്നേഹമാന്ന് കണ്ടില്ലേ ചേട്ടനും അനിയനും തമ്മില്. എന്താട്ടാ നീ ഡീല് സംസാരിക്കത്തില്ലേ? നിന്റെ ജീവനി എത്രയാ? എന്നോട് സംസാരിക്കുന്നു അതോ യമനോട് സംസാരിക്കുന്നു? സംസാരിക്കട്ടാ. മരണവേദന എന്താണെന്ന് ചേട്ടനും അനിയനും മനസ്സിലായോ? ആരെ കൊന്നാലും അത് ആത്മഹത്യയാന്ന് മാറ്റിപ്പിരിക്കുന്ന നിങ്ങൾക്ക്, ജഡ്ജിന് മനസ്സ് പോലും മാറ്റാൻ കഴിഞ്ഞ നിങ്ങൾക്ക്, ഈ സാമാന്യന് മനസ്സ് മാറ്റാൻ കഴിയില്ലടാ. പണം കൈമാറും നേരം നീ. വിട്ടേക്ക്. കൊച്ചു പിള്ളേരുടെ കൈ കൊണ്ട് ചത്തവനൊക്കെ നമുക്ക് ആവശ്യമാണോ? ഏതോ ഒരുത്തൻ കൊന്നൊന്നും വന്നേക്കരുത്. അത് ഈ എനിക്ക് അപമാന. ഇന്ദ്രന്റെ ഭാര്യയുമായി സുന്ദരന് ബന്ധമുണ്ടെന്നും വിവരം പുറത്തറിഞ്ഞപ്പോ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു കേസ് തീർത്തേക്ക്. ഇത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നല്ലേ. എല്ലാം തീർത്തിട്ട് നേരെ വാ, നിനക്കുള്ളത് തന്നേക്കാം. മന്ത്രി മാഡം, മന്ത്രി മാഡം, മന്ത്രി മാഡം, മന്ത്രി മാഡം, എല്ലാം പോയല്ലോ. എല്ലാം പോയി മാഡം, എല്ലാം പോയി. ഇന്ദ്രവർമ്മനെയും ചുന്ദരവർമ്മനെയും കൊന്നുകളഞ്ഞു. അതെല്ലാം അറിയാം. അവർക്ക് വേറെ 2 പേര് വരുന്നുണ്ട്. അങ്ങനെയാണോ? സത്യമാണോ? അവർ രണ്ടുപേരും വരട്ടെ. ആദ്യം നിന്നെ അവരുടെ കൂടെ വിടാം. ഇപ്പൊ നീ പുറത്തു പോയി നിക്ക്. മേഡം എന്ന് പറഞ്ഞ മേഡാ. ഞാൻ വിചാരിച്ചു ടീക്കടയൊക്കെ വെച്ച് ജീവിക്കേണ്ടി വരുമെന്ന്. നല്ല കാര്യം, നമുക്ക് എന്തായാലും ജോലി കിട്ടില്ലോ. സന്തോഷമായി, സന്തോഷമായി. ശിന്തിൽ, നീ പറിച്ചത് കളയാണ്. പറിക്കണമെന്ന് തീരുമാനിച്ചാൽ വേരോടെ പിഴുതെടുക്കണം. എത്ര പേരുടെ രക്തം കണ്ടു കാണുന്നേ? നിന്റെ രക്തം നീ കണ്ടിട്ടുണ്ടോ? ദേ കാണു. പണമും അധികാര ബലമുള്ള അഹങ്കാരം കൊണ്ട് നിങ്ങൾ വിചാരിച്ചതെല്ലാം സാധിച്ച്. അല്ല, കഴിക്കുന്നതിന് മുന്നേ ഇത്രയും ഗുളികകള്, കഴിച്ചതിന് ശേഷവും അത്രയും ഗുളികകള്. നേരെ ചൊവ്വേ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത നിനക്ക് സ്വിസ് ബാങ്കിൽ 5 ലക്ഷം കോടി കാർപ്പ് പണം. എന്തിനാ? അത് വെച്ച് എന്താടി ചെയ്തേ? ഞാൻ നിന്നെ കൊന്ന് നീ ഇപ്പൊ പോകും. 5 ലക്ഷം കോടി അവമാനം കെടുക്കും. അപ്പൊ ഞങ്ങളുടെ പണമോ? നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയ ഞങ്ങളെ നിങ്ങൾ വഞ്ചിച്ച്. നീയൊക്കെ ഞങ്ങളിൽ ഒരാളായിരുന്നെന്ന് നീ മറന്ന്. അധികാരത്തിന് അഹങ്കാരം കാരണം, സാമാന്യൻ എന്ന അഹങ്കാരം കാരണം ഞാൻ നിന്റെ സ്ഥലത്തോട്ട് വന്ന നാടകമാണോ കളിക്കുന്നത്? ദൈവം ഉണ്ടേ, തെറ്റിന്റെ മേലെ തെറ്റാ ചെയ്തോണ്ടിരിക്കുന്നേ. നിന്നെ എന്തൊക്കെ ചെയ്യിപ്പിച്ചെന്ന് കണ്ടില്ലേ? അവനെല്ലാം കാണുന്നുണ്ട്. ഇത്രയും കാലം ഞങ്ങളെയും പ്രകൃതിയെ നശിപ്പിച്ചോണ്ടിരുന്നില്ലേ? ഈശ്വരന്റെ കോപത്തിനെക്കാട്ടിലും സാമാന്യന്റെ കോപം വലുതാ. സാമാന്യന്റെ അടി ഇതുപോലെയാണെങ്കിൽ നാട്ടിലെ സാമാന്യന്മാരെല്ലാവരും ഒന്നുകൂടിയാ. അയൽവക്ക രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മാറാം, അല്ലെങ്കിൽ മാറ്റും ഞങ്ങള്. പണം കൈമാറും നേരം നീതി എന്നും മൗനമോ? കണ്ട കാഴ്ച മാഞ്ഞു പോയി വിധി നീരലായി. അവകാശങ്ങൾ നേടാൻ വീണ്ടും പോരാടണമോ നാം? ബന്ധങ്ങൾ